പുതിയ മാസത്തിന്റെ 2026 രണ്ടാം മാസത്തില് നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ആയിരിക്കാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല സാവകാശത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ നൈറ്റ് പ്രെയർ ഉണ്ടായിരുന്നു. നൈറ്റ് പ്രെയർ കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ മീറ്റിങ്ങിനായിട്ട് കയറുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ എന്റെ മൊബൈലിൽ നിന്ന് ഡേറ്റ ആഡ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ഇന്ന് ഈ പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസി ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ ലൈഫിനകത്തില് തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ദൈവം നൽകി മാനിക്കുവാൻ തക്കോണം ഈ പുതിയ മാസം ദൈവം വിശ്വസ്തനാണ്. പ്രത്യേകിച്ച് 1-ാം മാസം കഴിഞ്ഞുപോയി, 2-ാം മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്തോത്രം. ഈ 2-ാം മാസത്തിനകത്ത് ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നമ്മുടെ ലൈഫിനകത്ത് ദൈവം ചെയ്യാൻ പോകുക. അത് എത്ര വിശ്വസിക്കും? ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ഞങ്ങൾ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മ ശക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു ദൂത് നിങ്ങളുമായിട്ട് കൈമാറാൻ പോവുകയാണ്. പ്രത്യേകിച്ച് അതിന് ആധാരമായ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. 2-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവിടെ അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ഈ 2-ാം മാസത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ലൈഫിനകത്തിൽ പുതിയത് ചിലത് ആഡ് ചെയ്തു തരാൻ പോകുക. എത്ര വിശ്വസിക്കുന്നു? ഈ 2-ാം മാസം മുതൽ ദൈവം നിങ്ങളുടെ ലൈഫിനകത്തിൽ പുതിയത് ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചിലത് ആഡ് ചെയ്തു തരാൻ പോകുക. വിശ്വസിച്ചോ? ദൈവം ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി പുതിയത് ആഡ് ചെയ്തു തരാൻ പോകുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിലനിർത്തിയിരിക്കുന്ന പല കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, അവരുടെ ഭാവി മേഖലകൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പുതിയത് ആഡ് ചെയ്യാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾ കണ്ടതല്ല, ഇതുവരെ നിങ്ങൾ ചിന്തിച്ചതല്ല, ഇതുവരെയും നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളെ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഈ പുതിയ മാസത്തിൽ ആഡ് ചെയ്തു തരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞു. സ്തോത്രം. ദൈവം എനിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്ന വാഗ്ദത്തത്തിനകത്തിൽ ചിലത് ദൈവം ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ, ചിന്തിക്കാത്ത നിലവാരത്തിൽ, വിചാരിക്കാത്ത നിലവാരത്തിൽ എന്റെ ഭാവിയുടെ മേൽ, എന്റെ കുടുംബത്തിന് മേൽ, എന്റെ തലമുറകളുടെ മേൽ ദൈവം ആഡ് ചെയ്തു തരാൻ പോകുന്നു. ആഡ് ഓൺ ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആഡ് ചെയ്യാൻ പോകുന്നു. അത് വിദ്യാഭ്യാസമായി ആഡ് ചെയ്യാൻ പോകുന്നു, വാഗ്ദത്തങ്ങളായി ആഡ് ചെയ്യാൻ പോകുന്നു, കൃപാവരങ്ങളായി ആഡ് ചെയ്യാൻ പോകുന്നു, അത് സമ്പത്തായി ആഡ് ചെയ്യാൻ പോകുന്നു, അത് നന്മകളായി ആഡ് ചെയ്യാൻ പോകുന്നു, അത് ഭാവിയുടെ വഴികളായി ആഡ് ചെയ്യാൻ പോകുന്നു, അത് പെട്ടെന്ന് ചില വിടുതലുകളായി വെളിപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്തിൽ ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ വെളിപ്പെടുക. ചില കുടുംബങ്ങൾക്കകത്തിൽ ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ വെളിപ്പെടുക. ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ഇതിനെ ഉറപ്പിക്കുവാൻ, ഈ ദൂതനെ ഉറപ്പിക്കുവാൻ നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ ഭവനതലത്തിനകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ചിലത് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവന്റെ മഹത്വം നിന്റെ കൂടാരത്തിനകത്തിൽ ശക്തിയോടെ വെളിപ്പെട്ടു വരിക. ശാന്തലാബകൾ കെട്ടി റിമനിയാത്തിയ രഗൽ കെട്ടിയ റമനോ ശബലിയ റഗൽ കെട്ടിയ നെഗസ്തിയ രഗൽ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ചിലർ ആഡ് ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചിലർ ആഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനകത്തിലേക്ക് തരുമ്പോൾ സ്തോത്രം, മറ്റൊരു കാര്യം കൂടെ ദൈവം ചെയ്യും. എന്തോന്നറിയോ? പിശാച് നിങ്ങളുടെ ലൈഫിനകത്തിൽ ആഡ് ചെയ്ത് വെച്ചിരുന്ന ചിലതിനെ ദൈവം ഇന്ന് പകൽക്കാലം റിമൂവ് ചെയ്ത് കളയും. എത്ര വിശ്വസിക്കുന്നു? യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിനകത്ത് പിശാച് ആഡ് ചെയ്ത് അവന്റെ പദ്ധതിക്ക് വേണ്ടി വെച്ചിരുന്ന പലതിനെയും ഇന്ന് പകൽക്കാലം സ്വർഗസ്ഥനായ എന്റെ ദൈവം അവന്റെ ശക്തി കൊണ്ട് റിമൂവ് ചെയ്യാൻ പോകും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അസാമാന്യമായ ദൈവശക്തി ചില ശരീരങ്ങളുടെ ഉറങ്ങിയ, ചില കുടുംബങ്ങളുടെ ഉറങ്ങുക, അന്ധകാര മണ്ഡലങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ വീടിനകത്ത് ആഡ് ചെയ്ത് വെച്ചിരുന്നത് ദൈവാത്മാവ് റിമൂവ് ചെയ്ത് കളയാൻ പോവുകയാണ്. അത് ആവിചാരകന്മാർ ആഡ് ചെയ്തത്, മന്ത്രവാദികൾ ആഡ് ചെയ്തത്, ക്ഷുദ്രപ്രയോഗത്തിൽ ആഡ് ചെയ്തത്,
റീമന അസൂയ കൊണ്ടാണ് ചെയ്തത്. റീമൽ ഘട്ടമന ശബ്ദലേഖകൾ കെട്ടിയ പരിശുദ്ധാമ ഇപ്പോൾ റിമോവിന് കളയാൻ പോവുക. ചില ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചു, ചിലരുടെ ഭാവിക്കകത്തിൽ ചില ഭയങ്കര വ്യത്യാസം ഇന്ന് പകൽക്കാലം ദൈവാത്മ ചെയ്യാൻ പോവുക. ഈ വചന ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആത്മാവിന്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില മേഖലയും ദൈവം റിമൂവ് ചെയ്യാൻ പോവുക. ചില രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിട്ടുമാറും. അല്ലെങ്കിൽ ചിലതിന്റെ ഭാവിയുടെ അടഞ്ഞ വഴികൾ ദൈവം തുറക്കാൻ പോവുക. ചിലത് ദൈവം എടുത്തു മാറ്റാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ ഒരു കൈ തൊടാതെ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ശക്തി ചില മേഖലകൾക്ക് ചിലതിനെ എടുത്തു മാറ്റാൻ പോവുക. റമന ശുഡിയ രകൽ കെട്ടിയ ലേഖ ലഗട മന റമശുഡിയ ചില വീടുകൾക്കകത്ത് ഇത് നാളുകളായിട്ട് എടുത്തു മാറ്റാൻ കഴിയാതെ പിശാചിന്റെ കരത്തെ ഈ പകൽക്കാലം ആത്മാ പറയുന്നു യേശുവിന്റെ നാമത്തിൽ എടുത്തു മാറ്റാൻ പോകും, എടുത്തു മാറ്റാൻ പോകും. യെസ്, വിരിയാറകൾ കെട്ടിയ കെട്ടി വിരിയാതകൾ കെട്ടിയ ശുരിയാരകൾ കെട്ടിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടാതെ നാളുകളായി ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന ചില മേഖലകൾ കകത്തിയത് ഇപ്പോൾ ദൈവം പറയുന്നു ആ ദുഷ്ട പിശാചിന്റെ കാര്യം നീതിമാന്റെ അവകാശത്തിന് ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്നുള്ള വചനപ്രകാരം ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ ചില നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾ കലർത്തിയത് ദൈവാത്മാവ് റിമൂവ് ശാന്തലേഖകൾ കെട്ടിയ വിധാനകസ്തിയ രകൾ കെട്ടിയ നെഗച്ചുടിയ റേവൽപയുടെ ഗനസിയാരകൾ കെട്ടി റീവനിയാസിയ ചില കുടുംബങ്ങളെ തകർക്കാൻ തക്കോണം, ചില കുടുംബങ്ങളെ ഇല്ലാതാക്കാൻ തക്കോണം. ദൈവാമം ഇങ്ങനെ ഒരു ദൂത് കണക്ട് ചെയ്യുന്നു. ഈ 2-ാം മാസത്തിനകത്തില് ചില കുടുംബങ്ങൾക്കകത്തില് ചില അനർത്ഥങ്ങൾ വിതയ്ക്കുവാൻ, ചില പ്രതിസന്ധികൾ കൊണ്ടിടുവാൻ, ചില കഷ്ടതകൾ വിതയ്ക്കുവാൻ തക്കണം ശത്രു പദ്ധതി ഒരുക്കിയ ചില പദ്ധതികളെ ഈ 2-ാം മാസത്തിന്റെ 1-ാം തീയതി ദൈവാത്മ പൊളിച്ചു കളഞ്ഞിട്ട് നിന്റെ ലൈഫിനകത്തിന് ദൈവത്തിന്റെ ആത്മ പുതിയത് ചിലത് ദൈവത്തിന്റെ ആത്മാവിനാൽ ആടി ചെയ്ത് തരുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. വിശ്വസിച്ചോ, പെട്ടെന്ന് ചിലത് ദൈവാത്മം നിനക്ക് വേണ്ടി ആടി ചെയ്തു തരുന്നു. പെട്ടെന്ന് ചില വഴികൾ തുറക്കുന്നു, ചിലതിന് പെട്ടെന്ന് ചില പുതുവഴികൾ ദൈവാത്മം തുറന്നു വരുന്നത് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. പുതിയത് ചില ദൈവാത്മം ചിലർക്ക് വേണ്ടി ചെയ്തു തരാൻ പോവുക. ശബ്ദലേഖകൾ കെട്ടിയ റാവൽപേയുടെ ഗരീബസിയ രകൾ കെട്ടിയ റിമനിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓ റീഖമനസിയ രകൾ കെട്ടിയ നെഗസിയ രകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഈ കൂട്ടത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. വാഗ്ദത്തങ്ങളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടമാണിത്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടമായത് കർത്താവിനോട് പറയുന്നു. ഈ കൂട്ടത്തിനകത്തിൽ ദൈവം പുതിയത് ചിലത് ആഡ് ചെയ്തു തരാൻ പോകുക, പുതിയത് ചിലത് ആഡ് ചെയ്തു തരാൻ പോകുക. സ്തോത്രം ഹല്ലേലൂയ. ഓ റീമാന സീഹ രഗശുഡിയ ദൈവാത്മാവ് ഇങ്ങനെ എന്നോട് പറയുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ കണ്ടതല്ല, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ കേട്ടതല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവാത്മാവ് പറയുന്നു പുതിയത് ചിലത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഈ കൂട്ടത്തോടുള്ള ബന്ധത്തിൽ ആഡ് ചെയ്തു തരാൻ പോകുന്നു, ആഡ് ചെയ്തു തരാൻ പോകുന്നു. ഇന്ന് രാത്രി വിശ്വസിച്ചു ചില പുതിയ കൃപകളെ ദൈവം ആഡ് ചെയ്തു തരാൻ പോകുന്നു. പുതിയ കൃപാവരങ്ങളുടെ ചില ശുശ്രൂഷകളെ ദൈവം ആഡ് ഓൺ ചെയ്യാൻ പോകുന്നു. ഈ പകൽക്കാലം ദൈവം അമ്മ പറയുന്നു പുതിയത് ചിലത് ദൈവം ആഡ് ചെയ്യാൻ പോകുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ശത്രു ആഡ് ചെയ്ത പലതും റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി ദൈവം ഇന്ന് പകൽക്കാലം പുതിയത് ചിലത് ചില കൃപകളായി കൃപാവരങ്ങളായി ദൈവശക്തിയായി യേശുവിന്റെ നാമത്തിൽ ആഡ് ചെയ്ത് തരാൻ പോകുന്നു. ആരകൾ കെട്ടി പ്രവേനകത്തി പ്രവണ ലകൾ കെട്ടി പ്രവണകൾ കെട്ടി റിവലക്ഷുടി വനാറകൾ കെട്ടിയ റേവൽ പെട്ടി കരസ്യ രകൾ കെട്ടിയ നഗസ്യ രഗഷുടിയ റീവക്ഷുടി വനാറകൾ കെട്ടി വിരിയാതകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആത്മാവ് റിസീവ് ചെയ്തോണം. ഈ ദൂതിനെ കേട്ടോ, റിസീവ് ചെയ്തോണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനം സ്തോത്രം. ഇതിനകത്ത് പലരോട് ദൈവം നിങ്ങളുടെ ഭവനം പലർക്കും ഒരു അത്ഭുതമായി മാറാൻ പോവുക. ഈ 2-ാം മാസം
പലർക്കും നിങ്ങളുടെ ഭവനം ഒരു അത്ഭുതമായി മാറാം. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, ഈ 2-ാം മാസം ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ ഭവനം പലർക്കും ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബം പലർക്കും, നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു, ഈ 2-ാം മാസത്തിൽ നിങ്ങളുടെ കുടുംബം പലർക്കും ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തില് ഞാൻ ആ ദൂതിനെ ഒന്ന് കണക്ട് ചെയ്യാം. ഹല്ലേലൂയ. 120 പേരുടെ ഒരു സംഘം മാളിക മുറിക്കകത്തിൽ, ഹല്ലേലൂയ, ഒരു അടച്ചിട്ട മുറിക്കകത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇവരുടെ ഭാവി എന്താകുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ചില വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചോണ്ടാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് ദൂത് കൈമാറുന്നു. ചില വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ ഉത്തരം ഈ 2-ാം മാസം കാണാൻ പോകും. ഓ റിഖമന സിയാരകൾ കെട്ടി ആനകസിയ, എന്താകും നിന്റെ വാഗ്ദത്തം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോവുക. നീ ഒരു അത്ഭുതമായി പുറത്തു വരാൻ പോവുക. ഓ റീഖമന സിയാരകൾ കെട്ടി റിമന ചുടിയ റിഡൽപ്പോടെ കരയുവൽപ്പോട് ഈ ദൂതിനെ വിശ്വസിച്ച് സ്വീകരിച്ചു. ഈ ദൂതിന്റെ അത്ഭുതം നിന്റെ വീടിനകത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ചില കുടുംബങ്ങൾക്കകത്ത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോവുക. റമന ചുടിയ റഗൽ കെട്ടിയ റീവൽപെട്ടിക്ക് റമണശ്വടി വലാറകൾ കെട്ടിയ ലാഖമനസിയ അരകൾ കെട്ടിയ റിവൽ കെട്ടിയ സ്തോത്രം രാമനസിയ അരകൾ കെട്ടിയ ഗ്രേസി എബ്രഹാം അടൂര് സ്തോത്രം. ആ കുടുംബത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽ നിങ്ങൾ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഈ 2-ാം മാസം നിങ്ങൾ പ്രതീക്ഷയോടെ തല ഉയർത്തി നോക്കിക്കോ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ കാറ്റ് കാണത്തില്ല, കോള് കാണത്തില്ല, യാതൊരു പ്രതീക്ഷയ്ക്ക് വകയും കാണത്തില്ല. പക്ഷെ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, ഈ താഴ്വരെ അനേക കുഴികളെ കുത്തുക. ഹല്ലേലൂയ സ്തോത്രം. എവിടെ നിന്ന് വെള്ളം കൊണ്ട് നിറയും നിങ്ങൾ ചിന്തിക്കേണ്ട. ഹല്ലേലൂയ. ഈ കുഴികൾ വെള്ളം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ആത്മാവ് ശക്തമായിട്ട് നിങ്ങളോട് ഇടപെടുന്നു. ഈ 2-ാം മാസം പ്രതീക്ഷയോടെ തല ഉയർത്തി നിങ്ങൾ നോക്കിക്കോ. ചിലത് നിങ്ങൾ കാണാൻ പോകുക. ശത്രു കാണിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നേരെ വിഷയങ്ങൾക്കകത്ത് ചില മറുപടികളും ഉത്തരങ്ങളും ഈ 2-ാം മാസം നിങ്ങൾ കാണാൻ പോകുന്നത് ആത്മാവ് ശക്തമായിട്ട് ദൂത് കൈമാറുക. റേവന സിയാരകൾ കെട്ടിയ നിന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറുന്നത് പോലെ ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നത് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ. ഓ റിക, ഞാൻ അവരോട് ദൂത് പറയുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. ഈ പ്രയർ കൂട്ടായ്മയോടുള്ള ബന്ധത്തില് നാളുകളായി ചില പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങളുടെ തന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഈ 2-ാം മാസം ചില വലിയ വിടുതലുകൾ കാണാൻ പോകുന്നത് ആത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. നാളുകളായി കർത്താവ് ഇങ്ങനെ എന്നോട് ഇടുന്നത്, നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക്, നാളുകളായി മറുപടി ഇല്ലാതിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഈ 2-ാം മാസത്തില് യേശുവിന്റെ നാമത്തിൽ ചില വലിയ മറുപടികൾ വരാൻ പോകുന്നത് ദൈവാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ എന്നോട് കർത്താവ് പറയുന്നു, സിസ്റ്റേ, ഹല്ലേലൂയ സ്തോത്രം, കുടുംബം അടക്കം, ഹല്ലേലൂയ, ആ കുടുംബവും നിങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കത്തക്ക നിലവാരത്തില് ചില ദൈവപ്രവൃത്തിയുടെ മറുപടികൾ കാണാൻ പോകുന്നത്. മറുപടി. പ്രത്യേകിച്ച് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട്, ചില വ്യക്തി ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് ചില മറുപടികൾ കാണുന്ന ഒരു മാസമായിരിക്കുമെന്ന് ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ഇടപെടുന്നു. ഓ റവലേക്ക് രാവിലെ റകൾ ചുടിയ രേഖകൾ കെട്ടി പ്രവിടകന ശുടിയ രേഖകൾ കെട്ടിയ ശ്രീകമനസ്തി പരമാദികൾ കെട്ടി പ്രവിടമനവ ശുടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. റീഖമനസിയ രേഖകൾ കെട്ടിയ നെഗസിയ രേഖകൾ കെട്ടിയ റമന ശുടിയ നെഗൽ കെട്ടിയ നെഗസിയ രേഖകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ദൂത് കർത്താവ് കണക്ട് ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദാനിയേലിന്റെ സിംഹത്തിന്റെ കുഴിക്കകത്തിന് സ്വർഗം വലിച്ചു പുറത്തു കൊണ്ടുവന്നത് ഇതേപോലെ ചിലതിനെ ഈ പ്രാർത്ഥനയ്ക്കകത്തിന് ചിലതിന്റെ വായിൽ വലിച്ചു വെളിക്കൊണ്ടുവരുന്ന ആത്മാവ് ശക്തമായിട്ടൊരു ദൂത് കൈമാറുന്നു. അല്ലെങ്കിൽ ചിലതിന്റെ വായ്ക്കകത്തിൽ അകപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ചില വിഷയങ്ങൾക്കകത്ത് അകപ്പെട്ടു പോയ ചിലതിനെ അല്ലെങ്കിൽ ദൈവാത്മ പറയുന്നു, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു എനിക്കറിയത്തില്ല, പരിശുദ്ധ പറയുന്നു, അല്ലെങ്കിൽ ഈ 2-ാം മാസം, ഹല്ലേലൂയ സ്തോത്രം, ഈ പ്രാർത്ഥന അതിനെ അല്ലെങ്കിൽ ദാനിയേലിനെ സിംഹത്തിന്റെ വായ്ക്കകത്തിന് പേടൊന്നും സംഭവിക്കാതെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ പ്രാർത്ഥന ചിലതിന്റെ വായ്ക്കകത്തിന്ന്, ശത്രുവിന്റെ വായ്ക്കകത്തിന്ന് കേട് സംഭവിക്കാതെ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന ഒരു പഴക്കാലമാണ് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുക.
മേരിക്കുട്ടി സാമുവേൽ പ്രാർത്ഥിച്ചു. അതിൽ ആത്മാവോട് പറയുന്നു, ഈ ദിവസത്തിൽ ശക്തമായ ചില വിടുതലുകൾ നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവാത്മ ചെയ്യാൻ പോകുക. ശക്തമായിട്ടുള്ള ചില വിടുതലുകൾ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ശക്തമായ ചില വിടുതലുകൾ, ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവാത്മ പറയുന്നു, അതിനകത്ത് ചില മറുപടികൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുക. ഈ മാസം നിങ്ങൾ വിടരുത്. അല്ലെ, കർത്താവ് ഇങ്ങനെ എന്നോട് ഇടപെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മോശയുടെ മാതാവ് ഹല്ലേലൂയ ആ കുഞ്ഞിനെ കൈവിട്ടു. ഹല്ലേലൂയ, നൈൽ നദിക്കകത്ത് കൊണ്ടുവച്ചു. ഹല്ലേലൂയ. എന്നാൽ ഫറവോന്റെ പുത്രി മുഖാന്തരമായിട്ട് തന്നെ ഒരു ഉദ്ധാരണ വീടിനകത്ത് വെളിപ്പെട്ടു വന്നതുപോലെ ആരും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോന്നു ഒരു ഹൃദയത്തിലും ചിന്തിക്കാത്ത നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ യേശുവിന്റെ നാമത്തിൽ മേരിക്കുട്ടി സാമുവേൽ എന്ന് പറയുന്ന സിസ്റ്ററോട് ദൈവാത്മ ഇങ്ങനെ ഇടപെടുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ ആ കൂടാരത്തിനകത്ത് വെളിപ്പെടുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ഈ 2-ാം മാസം ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ പകുതിയാകുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവൃത്തി കൂടാരത്തെ കണക്ട് ചെയ്യുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ദൈവത്തിന് ചില മഹത്വം വരാൻ പോകും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും എന്നതുപോലെ സിസ്റ്റർ വിശ്വസിച്ചു. എന്നതുപോലെ ഹല്ലേലൂയ, സ്തോത്രം, ചില സന്തോഷം, ചില ആനന്ദം നിങ്ങളുടെ കൂടാരത്തോടുള്ള ബന്ധത്തില് ഈ 2-ാം മാസത്തിൽ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്തു പോകാതിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവസന്നിധി ഹല്ലേലൂയ ജാഗ്രതയോടെ പ്രാർത്ഥിച്ചോളാൻ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ഹല്ലേലൂയ, ജാഗ്രതയോടെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ ആത്മാവ് ഇങ്ങനെ ബുദ്ധി ഉപദേശിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ കുഞ്ഞിനെ നൈൽ നദി ഒഴുക്കിയിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ഒരു മിരിയാം വെയിറ്റ് ചെയ്യുക എന്ത് സംഭവിക്കുമെന്ന് കാണാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എന്ത് സംഭവിച്ചാലും ഹല്ലേലൂയ, ഒരു പോസിറ്റീവും നെഗറ്റീവ് എന്ത് സംഭവിച്ചാലും അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു മിരിയാം വെയിറ്റിംഗില്ല. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, നീ ജാഗ്രതയോടെ ചില വിഷയങ്ങളെ ഹല്ലേലൂയ നോക്കി ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. ചിലത് ഹല്ലേലൂയ സംഭവിക്കാൻ പോകുക, ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുക. കൂടാരവുമായി ബന്ധപ്പെട്ട് ചില വിടുതലുകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. വിശ്വസിച്ചോ. യേശുവിന്റെ നാമത്തിൽ ചില മൃഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓടിഞ്ഞു മാറാൻ പോകുക. കസിയാരകൾ കെട്ടിയ ദേഹറമനെ ശുടിയാറകൾ കെട്ടി റിമനയാ സിയാരകൾ കെട്ടിയ സ്തോത്രം റാമാൽ കെട്ടി പ്രബിഡികര ശുടിയ രകൾ കെട്ടിയ നെഗസിയ സ്തോത്രം 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 റീഖാമനസിയ രകൾ കെട്ടിയ ദൈവാത്മാവ് ഈ 2-ാം മാസം ചിലത് ആഡ് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ, പുതിയത് ചിലത് ദൈവം ആഡ് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ, ചില കുടുംബങ്ങൾക്ക് പുതിയത് യേശുവിന്റെ നാമത്തിൽ പുതിയത് ചിലത് ആഡ് ചെയ്യാൻ പോകുക. ചില വ്യക്തികൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ റാവൽപൂടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില രാജ്യങ്ങളുടെ നന്മകൾ ചിലർക്ക് വേണ്ടി ആഡ് ചെയ്യാൻ പോകുക. ചില രാജ്യങ്ങളുടെ നന്മകൾ ആഡ് ചെയ്യാൻ പോകുക. ചില പട്ടണങ്ങളുടെ നന്മകൾ ആഡ് ചെയ്യാൻ പോകുക. സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ റീഖാമന ലോകറമന സ്റ്റുഡിയാരകൾ കെട്ടിയ റമനസിയ രകൾ കെട്ടി റിമനിയോധികലസിയ റോബിനി സിഹാരകക്ഷുടിയ ലാക്തോരികസിയ രഗത്തുരിയാബക്ഷുടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് ഇങ്ങനെ എന്നോട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിടപ്പെട്ടു പോയ ചില വിഷയങ്ങൾക്കകത്തിൽ ദൈവത്തിന് ചില പ്രവർത്തികളെ ദൈവം ചെയ്യാൻ പോകുക. സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമ്മള് ഈ സ്തോത്രം രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ എലീശയുടെ കാലഘട്ടത്തിനകത്തില് സ്തോത്രം പെട്ടെന്ന് ശമര്യയിൽ ഒരു കഠിനക്ഷാമം ശമര്യയിൽ അടിക്കുക. ഈ കഠിനക്ഷാമം ശമര്യയിൽ അടിക്കാൻ കാരണമുണ്ട്. ശത്രു രാജാക്കന്മാർ ഇവരെ വന്ന് വളഞ്ഞിട്ട് സ്തോത്രം ഇവിടെ അവന്റെ ആധിപത്യം സ്ഥാപിക്കുക. കേട്ടോ, സ്തോത്രം. ഇവന്റെ ആധിപത്യം സ്ഥാപിച്ചതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്തോത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഈ ജനം അനുഭവിക്കുക. ഒന്നുകൂടെ പറഞ്ഞ ശത്രു ആഡ് ചെയ്ത് വെച്ചതിന്റെ
ആഫ്റ്റർ എഫക്റ്റ് ഈ ദേശത്തെ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുക, ആ പട്ടണത്തിലെ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൂത് ഞാൻ ആഴത്തി പറയാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. അതിൽ അവരെ വിടുവിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ രാജാക്കന്മാർക്കോ ഹല്ലേലൂയ സ്തോത്രം ഒരു വ്യക്തികൾക്കും കഴിയാതിരിക്കുമ്പോൾ പ്രവാചകൻ ഒരു ദൂത് വിളിച്ചു പറയുക, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കൽ 2 സേയവും ശേക്കൽ ഋഷിയ ഗോതമ്പവും വിൽക്കുമെന്ന്. ഒന്നുകൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ചിലത് ശത്രു ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് വിഷയത്തിനകത്ത് ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റാത്തത്, ഹല്ലേലൂയ ബുദ്ധിമാന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത്, കഴിവുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത്, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇത് സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിന് ചിലർക്ക് വേണ്ടി ദൈവം ചെയ്തു വരാൻ പോവുക. വിശ്വസിച്ചോ. മരുന്നിന് ചെയ്യാൻ പറ്റാത്തത്, സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, ബാങ്കുകൾക്ക് ചെയ്യാൻ പറ്റാത്തത്, കഴിവുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത്, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചിലർക്ക് വേണ്ടി ചെയ്യാൻ പോവുക. ദൈവാത്മാവ് ചെയ്യുമ്പോൾ ഞാൻ കാര്യം പറയാം, ചില കരങ്ങളെ ദൈവം റിമൂവ് ചെയ്ത് ഒറ്റ വാക്ക പ്രവാചകന്റെ കയറിയത്. സംഭവിച്ചൊരു കാര്യമുണ്ട്, ശത്രുവിനെ ദൈവം റിമൂവ് ചെയ്ത് ശത്രുവിനെ റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോ എന്ത് സംഭവിച്ചെന്നറിയാം? പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു ദൂത് ശക്തമായിട്ട് പറയുന്നു, നിന്റെ മേൽ വെളിപ്പെട്ട് കിടക്കുന്ന പ്രവചന ദൂതുകൾ വെളിപ്പെട്ട് വരാതെ വേണം കയറിക്കിടക്കുന്ന ശത്രുവിനെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ പോകുക. പലരും നിന്നെ നിന്ദിച്ചോണ്ടിരിക്കുക, അപമാനിച്ചോണ്ടിരിക്കുക. യഹോവ ആകാശത്തിന്റെ കിളിമാറുകൾ തുറന്നാലും ഇത് സംഭവിക്കുമോ? ഹല്ലേലൂയ. പലപ്പോഴും പല ഹൃദയത്തിൽ സംശയങ്ങൾ കയറുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞു, ശത്രുവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചില മേഖലകളിൽ നിന്ന് പിന്മാറാൻ പോകും. ചില മേഖലകളിൽ നിന്ന് റമന ശ്രീ റീമ സിയ രഗ ലഖ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ലിസി ജോൺ കായംകുളം ഹല്ലേലൂയ സ്തോത്രം. മാതാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇങ്ങനെ ഇടപെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. ചില ശക്തികൾ പിന്മാറാൻ പോവുകയാണ്. റേബേ സീഹാരകസ്റ്റുഡിയ ചില വിഷയങ്ങൾക്ക് ചിലത് പിന്തിരിയാൻ പോകുകയാണ്. ഓറി ഖമന സിയാരകസ്റ്റുഡിയ ലാത്തോ മിനിയ സിബിരി ഓടികസ്റ്റുഡിയ റവൽപയുടെ ഗദീപര ആരും ഓടിക്കാതെ ശത്രു ഓടിപ്പോകും. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഇടപെടുന്നു. ആരും ഓടിക്കാതെ ശത്രു ഓടിപ്പോകും. ചില മേഖലകളിൽ ചില ശത്രു ഓടിപ്പോകും. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവ് ഇടപെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടത് നന്മയ്ക്കായി ഒരു അടയാളം ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ചില നന്മയ്ക്കായുള്ള അടയാളം വെളിപ്പെടാൻ സമയമായി കേട്ടോ. ചില നന്മയ്ക്കായുള്ള അടയാളം വെളിപ്പെടാൻ സമയമായി. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ ദൈവാത്മാവിനോട് പറയുന്നു. നന്മയ്ക്കായി ചില അടയാളങ്ങൾ വെളിപ്പെടാൻ സമയമായി. പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഈ 2-ാം മാസത്തില് നന്മയ്ക്കായി ചില അടയാളങ്ങൾ ചിലർക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. റീഖമനസിയ ശമനാറവൽപയുടെ ദീപരാസിയ രകൾ കെട്ടിയ റീബക്ഷുടി മനാറകൾ കെട്ടിയ ചില ഉത്തരങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. പ്രിയ മാതാവിനോട് ദൈവം ഇടപെടുന്നു. ചില ഉത്തരങ്ങൾ ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുക കേട്ടോ. ചില ഉത്തരങ്ങൾ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം കരങ്ങളിലേക്ക് തരാൻ പോകുന്നത് ആത്മാവിന്റെ പകൽക്കാലം ഇടപെടുക. റമന സ്റ്റുഡിയ രകൾ കെട്ടിയ ഇനി ചോദ്യങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുകയല്ല, ഇനി ഉത്തരങ്ങളെ കരത്തിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. ചില ഉത്തരങ്ങളെ കരത്തിലെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുന്നു. എനിക്കറിയത്തില്ല, പരിശുദ്ധമൻ ശക്തമായിട്ട് പറയുന്നു, ഇനി ചോദ്യങ്ങളെ കരത്തിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ല, ഉത്തരങ്ങളെ കരത്തിലെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോകുന്ന ആത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുക. റേബന സ്റ്റുഡിയ ലേഖൽ കെട്ടി പ്രവിടകസ്യ രഗക്ഷുഡിയ നഗൽ കസ്തിയ റാവൽ പേടിക റബസ്യ രഗക്ഷുഡിയ നഗൽ കെട്ടിയ യേശുവിന്റെ നാമത്തില് ചില വഴികളെ ദൈവം കാണിച്ചു തരും. ചില വഴികളെ പോകേണ്ടുന്ന വഴികളെ ദൈവാത്മാവ് കാണിച്ചു തരും, ഗൈഡ് ചെയ്തു തരും എന്ന് ദൈവാത്മാവ് എന്നോട് പറയാൻ ഇടപെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തില് അങ്ങനെ ചില ദൈവപ്രവൃത്തികൾ വഴികൾ ദൈവം ആഡ് ചെയ്തു തരും, വഴികളെ ദൈവം കാണിച്ചു തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുക. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. നീ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നതെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ഹല്ലേലൂയ സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ സ്തോത്രം. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
ആരും പ്രതീക്ഷിക്കാത്ത ഒരു മനുഷ്യനെ ദൈവത്തിന്റെ നട്ടുകിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. സ്തോത്രം. പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ 2-ാം അധ്യായത്തില് ആരും പ്രതീക്ഷിക്കാത്ത നിലവാരം ദൈവം എഴുന്നേൽപ്പിക്കുക. സ്തോത്രം. ദൈവം എഴുന്നേൽപ്പിക്കുക യേശുവിന്റെ നാമത്തില്. ഇന്ന് പകൽക്കാലം ദൈവാത്മ ശക്തമായിട്ട് നിങ്ങളൊരു ദൂത് കൈമാറുക. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചിലരെ ആരും പ്രതീക്ഷിക്കാത്തതുപോലെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ആത്മാവിന്റെ ശക്തിയാൽ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. സ്തോത്രം. എഴുന്നേൽപ്പുകൾ ഇല്ലെന്ന് പറഞ്ഞ് ശത്രു ഭാവിയുടെ മേൽ അടച്ചിട്ടിരിക്കുന്ന ചില മേഖലകൾ കഴുത്തിൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചോ? ഈ 2-ാം മാസത്തിൽ ദൈവം നിങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ശത്രുവിന്റെ പ്രതീക്ഷകളെ തട്ടി മാറ്റിക്കൊണ്ട് ചിലരെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുക. ചില എന്നോട് വീണ്ടും ആവർത്തിച്ച് ദൈവാത്മാവ് പറയുന്നു, ശത്രുവിന്റെ ചില പ്രതീക്ഷകൾ ഇതിനകത്ത് ചില കുടുംബങ്ങൾക്കകത്തിന് ദൈവാത്മാവ് നീക്കിക്കൊണ്ട് ചിലതിനെ ദൈവത്തിനകത്ത് തട്ടി എഴുന്നേൽപ്പിക്കാൻ പോകുക. സ്തോത്രം. റാഖാമനസിയ രഗൽ കെട്ടിയ ഷ്ടാമന റബൽ പെട്ടിക നസിയ രഗൽ കെട്ടിയ സ്തോത്രം. രാമന സിയാരകൾ കെട്ടി റീമനക്ഷുടിയ ലേഖരമന സിയാരകൾ കെട്ടി റീമനിയോഷുടിയ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. സ്തോത്രം. ഈ നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നതായി വരും. അതല്ല കർത്താവിന്റെ വിഷയം. സ്തോത്രം. നിങ്ങൾ നടന്നതല്ല വിഷയം. ഈ ദിവസങ്ങൾ നിങ്ങളെ സൂപ്പർ നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം സ്തോത്രം നിങ്ങൾ എന്റെ കൂടെ ഒന്ന് കാത്തിരിക്കണം. നിങ്ങൾ ഈ 2-ാം മാസം ദൈവത്തിന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ റെഡിയാണെങ്കിൽ വാഗ്ദത്തങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാൻ പോകുക. എത്ര വിശ്വസിക്കുന്നു? നിങ്ങൾ ഈ 2-ാം മാസം 1-ാം തീയതി നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ മാസം ഹല്ലേലൂയ ചില ദിവസങ്ങൾ ദൈവസ്ഥലം വേർതിരിച്ചിരിക്കാൻ തയ്യാറാണെങ്കിൽ 2-ാം മാസം എക്സ്റ്റെൻഡ് ചെയ്തു പോകത്തില്ല. 2-ാം മാസം ചില ദൂതുകൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാൻ പോകുക. ആരും പ്രതീക്ഷിക്കാത്ത നിലപാട് നിന്റെ വീടുമായി ബന്ധപ്പെട്ട് ചില ദൂതുകൾ കണക്റ്റഡ് ആകാൻ പോകുക. ചില ആലോചനകൾ കണക്റ്റഡ് ആകാൻ പോകുക. ചില ദൂതുകളുടെ നിവർത്തീകരണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ചില തലമുറകളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദൂതുകൾ ഈ 2-ാം മാസത്തിൽ കണക്റ്റഡ് ആയി നിവർത്തീകരിക്കാൻ പോകുന്നത് ആത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു. വിശ്വസിച്ചു. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറഞ്ഞു, ചില തലമുറ സംബന്ധമായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ 2-ാം മാസം ചില ദൂതുകൾ കണക്റ്റഡ് ആകാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൂതുകളുടെ നിവർത്തീകരണം. പ്രാർത്ഥിക്കേണ്ടവരൊക്കെ പ്രാർത്ഥിച്ചു. എന്നോട് പരിശുദ്ധ ശക്തമായിട്ട് പറയുന്നു, ഈ 2-ാം മാസം ചില തലമുറകളുടെ ഭാവി സംബന്ധമായ വിഷയത്തിനകത്തിൽ വാതിലുകൾ തുറക്കാൻ പോവുക. അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദൂതുകൾ നിവർത്തീകരണങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്നു. ആത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, ഈ പകൽക്കാലം വിശ്വസിച്ചു. 2-ാം മാസം ആത്മാവ് പറയുന്നു, കേൾക്കപ്പെട്ട ദൂതുകൾ കണക്റ്റഡ് ആകാൻ പോവുക. കേൾക്കപ്പെട്ട ദൂതുകൾ കണക്റ്റഡ് ആകാൻ പോകുന്നു. ആ കണക്റ്റഡ് ആകുന്ന ദൂത് അവരുടെ ഭാവി തിരിപ്പിക്കാൻ പോകുന്നു. അവരുടെ ഭാവി യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഭാവി സംബന്ധമായ വിഷയങ്ങൾക്കകത്തില് ഞെരുങ്ങുന്ന ചില വ്യക്തികളോട് ആത്മാവ് ഇടപെടുന്നു. റീഗാന സിയാരകൾ കെട്ടിയ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ബിനസിനെ നോട്ട് ചെയ്ത് വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഈ 2-ാം മാസം ഭയങ്കര സന്തോഷം ഈ പ്രയർ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യാൻ പോകും. ഈ 2-ാം മാസം ഈ പ്രയർ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ചില വീടുകൾക്ക് ചില സന്തോഷത്തിന്റെ ചില ഹല്ലേലൂയ വിരുന്നു പോലെ ചിലതൊക്കെ ചില കൂടാരങ്ങൾക്കകത്ത് ദൈവം ചെയ്യാൻ പോകുക. ചില തലമുറ സംബന്ധമായ ചില വിഷയങ്ങൾക്കകത്ത് ചില വ്യത്യാസങ്ങൾ, വിടുതലുകൾ, വാഗ്ദത്തങ്ങളുടെ കണക്ഷനുകൾ അത് കണക്റ്റ് ആകാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇപ്പോൾ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ചില മക്കളുടെ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ഈ 2-ാം മാസം വാഗ്ദത്തങ്ങൾ
സ്വോത്രം 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 രാമ ഷുഡിയ ലേഖൽക്കട്ട് ഇതിനകത്തിൽ സ്വോത്രം ഹല്ലേലൂയ ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് ദൈവം പറയുന്നു ഹല്ലേലൂയ ഈ 2-ാം മാസം ചില തലമുറ സംബന്ധ വിഷയത്തിനകത്തിൽ ഇതിനകത്ത് ടെസ്റ്റ് മണി പറയാൻ പോകും നിങ്ങൾ ഇതിനകത്ത് ടെസ്റ്റ് മണി പറയാൻ പോകുക നിങ്ങൾ ഹല്ലേലൂയ വിശ്വസിച്ചു നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു ഹല്ലേലൂയ നിങ്ങൾ ഇതിനകത്ത് ടെസ്റ്റ് മണി പറയാൻ പോകുക ദൈവം അനുവദിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം ഈ മാസം കഴിയുന്നതിന് മുമ്പേ ഹല്ലേലൂയ സ്തോത്രം ചിലർ ഇതിനകത്ത് ടെസ്റ്റ് മണി ചില കർത്താവിനോട് ആവർത്തിച്ച് പറയുന്നു തലമുറ സംബന്ധമായ ചില വിഷയങ്ങൾക്കകത്തിൽ എക്സ്റ്റൻഷൻ ഇനി ഇല്ല സ്തോത്രം കർത്താവ് പറയുന്നു ഇനി എക്സ്റ്റൻഷൻ ഇല്ല സ്തോത്രം ഈ 2-ാം മാസത്തിനകത്ത് ടെസ്റ്റ് മണി വരാൻ പോകുന്നു ഈ 2-ാം മാസത്തിനകത്ത് ടെസ്റ്റ് മണി വരാൻ പോകുന്നു ചില ഇപ്പോ ഞാൻ ഈ പദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില തലമുറകളുടെ മേൽ നിന്ന് ബ്രേക്ക് ആവാൻ പോകുന്നു റോമാല ഷുഡിയ നബൽ പെട്ടിയ റബൽകട്ട് റബലസിയ റഗൽകട്ട് റൂനിഷബിയ നിപ്രബിഡ കനാസിയാൽ കെട്രമന സിയൽ കെട്രിയ ഷാബറബൽ പെട്ട് റിയനിയാസിയ രഗൽ കെട്ടിയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്ര സിമി മാത്യു സിസ്റ്റർ വിശ്വസിച്ചു ഹല്ലേലൂയ ഈ 2-ാം മാസം ചില വിടുതലുകളുണ്ട് ചില ദൈവപ്രവൃത്തികളുണ്ട് ഹല്ലേലൂയ സ്തോത്രം കർത്താവെ ഞാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം ഹല്ലേലൂയ കർത്താവെ ഞാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഇനി കർത്താവ് എന്തുത്തരം പറയും എന്തു മറുപടി പറയും ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ പല വിഷയങ്ങളുടെ കാര്യത്തിൽ മടുത്ത് ഭാരത്തോടെ ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പറയും നിന്റെ കൂടാരത്തിനകത്തൊരു ദൈവിക സന്ദർശനം വരുന്നുണ്ട് കേട്ടോ നിന്റെ കൂടാരത്തിനകത്തൊരു ദൈവിക സന്ദർശനം വരുന്നുണ്ട് നിന്റെ ചില രഹസ്യ പ്രാർത്ഥനകൾക്ക് ചില പരസ്യത്തിലുള്ള ഉത്തരം കർത്താവ് ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഇടപെടുന്നു ഹല്ലേലൂയ മറുപടി നീ പറയണ്ട ഹല്ലേലൂയ ഞാൻ നിനക്ക് വേണ്ടി മറുപടി പറയുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോകുന്നെന്ന് ആത്മാവ് ശക്തമായിട്ട് നിന്നോട് ഇടപെടുന്നു കേട്ടോ റമന ഷുഡിയ രഗൽ കെട്ടിയ അകത്തളങ്ങളിൽ ഹല്ലേലൂയ നീ ഭാരപ്പെട്ട് ഹല്ലേലൂയ ദൈവാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച ഹല്ലേലൂയ ഹൃദയത്തിനകത്തൊരു ഭാരത്തിന്റെ കല്ലുരുട്ടി വെച്ചിരിക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം ചില ഭാരമേറിയ ചില വിഷയങ്ങൾ താങ്ങിക്കൊണ്ട് നീ നടക്കുകയാ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു ഹല്ലേലൂയ ഈ 2-ാം മാസം നിനക്ക് വേണ്ടി ഞാൻ ഉത്തരം പറയുമെന്ന് ദൈവാത്മ ശക്തമായിട്ട് ഇടപെടുന്നു കേട്ടോ ചില വിഷയങ്ങൾക്ക് ദൈവാത്മ പറയുന്നു നിനക്ക് വേണ്ടി ദൈവം ഉത്തരം പറയാൻ പോകും കേട്ടോ ദൈവം നിനക്ക് ഉത്തരം ഇനി ഉത്തരം പറയണ്ട കർത്താവ് ഞാൻ എന്ത് ഉത്തരം പറയും നോ നീ ഇനി ഉത്തരം പറയണ്ട നിനക്ക് വേണ്ടി ഉത്തരം പറയാൻ ഒരു കരം ഇന്ന് പകൽക്കാലം ചലിക്കുക കേട്ടോ വിശ്വസിച്ച് ഈ ദൂതനെ വിശ്വസിച്ചാമേൻ പറഞ്ഞു ഹല്ലേലൂയ ഒരു കരം ചലിക്കുന്നു കേട്ടോ ഒരു കരം ചലിക്കുന്നു സിയാരകൾ കെട്ടിയ റമനഷ്ടുടി ആരകൾ കെട്ടിയ ആനഗസിയാരകൾ കെട്ടിയ ചില കൂടാര വാതിലുകളെ ദൈവം തുറക്കാൻ പോവുക യെസ് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സ്തോത്രം ആ ഭാഗത്തുനിന്ന് ഒരു ദൂതൂടെ ഞാൻ പറയാം സ്തോത്രം നിങ്ങൾ നോക്കിക്കേ സ്തോത്രം പത്രോസിന്റെ ഒരു പ്രസംഗമുണ്ട് ഹല്ലേലൂയ 2-ാം അധ്യായത്തിന് ഈ പത്രോസ് ഇതുവരെ ഹല്ലേലൂയ സ്തോത്രം പോരാടിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്നൂടെ ഞാൻ നിങ്ങളോട് പറയാം നമ്മൾ ഇന്ന് പകൽക്കാലം ആത്മാവിലെ ചില വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നത് യേശു ഹല്ലേലൂയ ഗെത്സമനയിൽ വെച്ച് പിടിക്കപ്പെടുമ്പോൾ സ്തോത്രം പത്രോസ് ചെയ്യുന്നൊരു കാര്യമുണ്ട് എന്തോന്നറിയാം സ്തോത്രം തന്റെ അരയിൽ കിടന്ന വാളെടുത്തിട്ട് സ്തോത്രം പുരോഹിതന്റെ ചേവകന്റെ കാത് അറുത്തുകളയാ അവൻ അവിടെ പോരാടിക്കൊണ്ടിരുന്ന എങ്ങനെയാണെന്നറിയാം അതുവരെ അവൻ പോരാടിക്കൊണ്ടിരുന്ന ജഡത്തിൽ പോരാടുകയായിരുന്നു അവിടെ താൻ പരാജയപ്പെടുകയായിരുന്നു സ്തോത്രം അവൻ ഹല്ലേലൂയ സ്തോത്രം പിടിക്കപ്പെടുമായിരുന്നു അവൻ അവിടെ തകർക്കപ്പെടും വാഗ്ദത്തമുള്ളവൻ തകർക്കപ്പെടുവാൻ തക്കണം ജഡത്തിൽ അവനെ കൊണ്ട് പോരാടിപ്പിച്ചൊരു ശക്തി ഉണ്ടായിരുന്നു പക്ഷെ കർത്താവ് പെട്ടെന്ന് ഇടപെട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം അവിടെ ആ കാതിനെ സൗഖ്യമാക്കി കൊടുത്തിട്ട് ഹല്ലേലൂയ സ്തോത്രം പത്രോസിനെ മാറ്റി നിർത്തിയിട്ട് യേശു മുൻപിലേക്ക് കയറി നിന്ന് അവനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുക പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് 2-ാം അധ്യായത്തിൽ ആത്മാവിന്റെ മേൽ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ അവൻ പോരാടുന്നത് ജഡത്തിലല്ല ഹല്ലേലൂയ അവിടെ ഒരു കൂട്ടൻ ചോദിക്കുന്ന കാര്യമുണ്ട് ഹല്ലേലൂയ സ്തോത്രം ഇവർ ഹല്ലേലൂയ സ്തോത്രം പുതുവീഞ്ഞ് കുടിച്ചിരിക്കുക സ്തോത്രം ഇതിനൊന്നും പത്രോസിന്റെ മറുപടി എന്തോന്നറിയാം ബുദ്ധിയിലല്ല ജഡത്തിലല്ല ആത്മാവിന്റെ വിവേചനത്തിൽ നിന്നുകൊണ്ട് ആത്മാവിനെ സംസാരിക്കാൻ കൊടുക്കുന്നത് പോലെ അവൻ ആത്മാവിൽ സംസാരിക്കുക ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾക്കകത്ത് ഉത്തരവിന് നീ ജഡത്തിലല്ല പോരാടാൻ പോകുന്നത് ആത്മാവിന്റെ ശക്തി നിന്റെ ആചാരങ്ങളിൽ കൂടെ ചില വിഷയങ്ങൾക്കുള്ള ഉത്തരം ആത്മാവ് പറയാൻ തോന്നിയ
ഓ റീഖാവന സിയാരകൾ കെട്ടിയ ജഡത്തിൽ പോരാടി പരാജയപ്പെട്ട ചിലരോട് ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ജഡത്തിലുള്ള പോരാട്ടം മാറ്റിയിട്ട് ഇന്ന് പകൽക്കാലം ആത്മാവിനുള്ള പോരാട്ടത്തിലേക്ക് മാറാൻ പോകുക. ആത്മാവ് നിനക്ക് വേണ്ടി ഉത്തരം പറയാൻ പോകുക. ആത്മാവ് നിന്റെ ആദരങ്ങളിൽ കൂടെ നിനക്ക് വേണ്ടിയുള്ള ഉത്തരം, നിനക്ക് വേണ്ടിയുള്ള ഉത്തരം യേശുവിന്റെ നാമത്തിൽ ദൈവത്തോട് ശക്തമായിട്ട് പറയുന്നു. ചിലർ ഹല്ലേലൂയ ഇനി ജഡത്തിലെ ഉത്തരം പറയാൻ പോകുന്നത് ആത്മാവിൽ ഉത്തരം പറയാൻ പോകുക. ആത്മാവിൽ ഉത്തരം പറയാൻ പോകുക. ആത്മാവ് ഉത്തരം നൽകാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ആത്മാവ് ഉത്തരം നൽകുമ്പോൾ പ്രത്യേകത എന്താണെന്നറിയോ? ഹല്ലേലൂയ സ്തോത്രം. ആത്മാവിന്റെ വായ് തുറക്കപ്പെടുമ്പോൾ, ആത്മാവിൻ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഹല്ലേലൂയ ചിലതിന്റെ ഹൃദയത്തിനകത്തിൽ അല്ലെങ്കിൽ കുത്തുകൊള്ളും, ചിലതിന്റെ ഹൃദയത്തിനകത്തിൽ മാനസാന്തരം ഉണ്ടാകും, ചിലതിന്റെ ഹൃദയം ചേഞ്ച് ആകും. ഹല്ലേലൂയ സ്തോത്രം. കാണാൻ വന്നവരുടെ ഹൃദയം ചേഞ്ചായി. ഹല്ലേലൂയ ചേഞ്ചായി. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ ചില വ്യക്തികളുടെ ഹൃദയങ്ങളെ ദൈവാത്മാവ് ചേഞ്ച് ചെയ്യാൻ പോവുക. പ്രാർത്ഥിച്ചു കർത്താവിന് എനിക്കറിയത്തില്ല, ദൈവം ഭയങ്കരമായിട്ട് പലതും എന്നെ ഇങ്ങനെ എന്റെ അപരത്തിന്മേൽ തന്ന് ആഡ് ചെയ്യുക. ചില എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നുണ്ട്. ചില വ്യക്തികളോട് ദൈവമോ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. അല്ലെ പല വ്യക്തികളെ ദൈവമോ കണക്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലേലിയ പരിശുദ്ധ ഇങ്ങനെ എന്നോട് പറയുന്നു. അല്ലേലിയ ചില സ്വഭാവങ്ങൾക്കകത്തിൽ, ചില വ്യക്തിത്വങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഈ ദൈവവചന ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചേഞ്ചുകൾ വരാൻ പോകുക. വ്യക്തിത്വങ്ങൾക്ക് ചേഞ്ചുകൾ ഉണ്ടാവാൻ പോകുക. സ്വഭാവങ്ങൾക്ക് ചേഞ്ചുകൾ ഉണ്ടാകാൻ പോകുക. ക്യാരക്ടറിന്റെ മേൽ ചേഞ്ച് സംഭവിക്കാൻ പോകുക. റമനസിയ രഗൽ കെട്ടിയ ഷമന റബൽ പെട്ടിക നാസിയ രഗൽ കെട്ടിയ ടാബ റബൽ പെട്ടിക റസിയ റബൽ പെട്ടിക റബിഷുദിയ. ആത്മാവിൽ പ്രാർത്ഥിച്ചു. കർത്താവ് ഇങ്ങനെ എന്നോട് പറയുന്നു, ചില വീടുകളുമായി ബന്ധപ്പെട്ട സ്തോത്രം ഹല്ലേലൂയ നിങ്ങളോട് ജഡത്തിൽ പോരാടിക്കൊണ്ടിരുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ രൂപാന്തരപ്പെടുത്തി അല്ലേ നിങ്ങളോട് ആഡ് ചെയ്യാൻ പോകുന്നത്. ആത്മാവ് ശക്തമായിട്ട് ദൂത് കൈമാറി വിശ്വസിച്ചോ. അല്ലേ നിങ്ങളോട് ജഡത്തിൽ പോരാടിക്കൊണ്ടിരുന്ന നിങ്ങളുടെ പ്രാർത്ഥനയോട്, നിങ്ങളുടെ ഉപവാസത്തോട് ജഡത്തിൽ പോരാടിക്കൊണ്ടിരുന്ന ചിലതിനെ ദൈവാത്മാവ് കണക്ട് ചെയ്ത് തിരിപ്പിച്ച് ആത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം വിശ്വസിച്ചോ. ദൈവാത്മാവ് പറയുന്നു ഈ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ജഡത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് ഈ ദിവസങ്ങൾ ആത്മാവിൽ കണക്ട് ചെയ്യും. അവരോട് ആത്മാവിടപെടും. സ്തോത്രം. ആത്മാവിടപെടും. ഈ ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തില്, ഈ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം പല മേഖലകളിൽ ഹല്ലേലൂയ പല വാക്കുകൾ ഇതിനെതിരെ ഉയരുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം പല ആരോപണങ്ങൾ ഇതിനെതിരെ ഉയരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ പല വേടുകൾ ഇതിനെതിരെ ഉയരുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം ഈ ദിവസങ്ങളിൽ ചില ഉത്തരങ്ങൾ ആത്മാവ് ചെയ്യും. ചില ഉത്തരങ്ങൾ ആത്മാവ് ചെയ്യും. അങ്ങനെ ചില ഉത്തരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ ഫ്ലറിഷിങ്ങിനെതിരെ, ഇതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനെതിരെ റമാന സിയാരകൾ കെട്ടിയ റാമൽപയുടെ റാമഷുടി ആരകൾ കെട്ടിയ സ്വത്രം ഇങ്ങനെ എന്നോട് പരിശുദ്ധം പറയുന്ന നിങ്ങളുടെ ഇടയിൽ തന്നെ കടന്നു വന്ന് ഹല്ലേലൂയ സ്തോത്ര ശുശ്രൂഷിച്ച് ഹല്ലേലൂയ ഇതിന്റെ അവസ്ഥകളെ വാച്ച് ചെയ്ത് പോയി പുറത്തു മറ്റ് കമന്റുകൾ പറയുന്ന നിലവാരത്തിൽ കമന്റ് പറയുന്ന ചില കാഴ്ചകളിൽ ദൈവാത്മവിധത്തിൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതിനെല്ലാമുള്ള ഉത്തരം ആത്മാവ് പറയാൻ പോകുന്നത് പരിശുദ്ധമ ശക്തമാക്കി ഇടപെടുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. ഇത് ആരംഭിക്കപ്പെട്ടത് ജഡത്തിലല്ലെന്നും ആത്മാവിൽ ആരംഭിക്കപ്പെട്ടതിനെ ആത്മാവ് മുൻപോട്ട് ഗൈഡ് ചെയ്യുമെന്നും ഈ ദിവസങ്ങൾ ചില പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ മറുപടികളായി വെളിപ്പെട്ട് സ്തോത്രം. യെസ് റാമാന ശബ്ദല റൂബേ രഹസ്യ രഗൽ കെട്ടി റിമനിയ റബൽ പെട്ടി ഗനസിയ സ്തോത്രം. കർത്താവ് ഇങ്ങനെ ഇടപെടുന്നല്ലോ സിസ്റ്ററെ. ദൈവം ഇങ്ങനെ എന്നോട് ഇടപെടും. നിങ്ങളോട് മാനസികമായിട്ട് അടുത്തു നിന്ന പലരും സ്തോത്രം മാനസികമായിട്ട് അകന്ന് വെളിയിലേക്ക് മാറും. നിങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതാ, പക്ഷെ മാനസികമായിട്ട് നിങ്ങളോടൊരു അകൽച്ച ഇപ്പോൾ സ്തോത്രം. പക്ഷെ ദൈവാത്മ പറയുന്നു അല്ലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയും അതിന്റെ ആഴവും നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ അവർക്ക് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി ദൈവം കൊടുത്ത് ആത്മാവ് വെളിപ്പെടുത്താൻ പോകുക. ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ പലതിന്റെ ഹൃദയത്തിൽ ശത്രു വിട്ടുകൊടുത്തിട്ട് നിങ്ങളോട് ആത്മാവിൽ അടുത്ത് നിന്നതിനെ
അകറ്റിക്കളഞ്ഞല്ല വിഷയങ്ങൾക്കകത്തിൽ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അത് തെറ്റിദ്ധാരണ പലതിന്റെ ഉള്ളിൽ ശത്രു ഉണ്ടാക്കി കൊടുത്തതാ. അവരുടെ വിടുതലും ഹല്ലേലൂയ, സ്തോത്രം, ഡിലേ ആക്കി കളഞ്ഞു, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയാൻ വേണ്ടി. പക്ഷെ ദൈവാത്മ പറയുന്നു, ഈ ദിവസങ്ങൾ ദൈവം അത് തെളിയിക്കാൻ പോകുക, കണക്ട് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. അവർക്ക് സത്യത്തെ മനസ്സിലാക്കി ദൈവം കൊടുക്കാൻ പോകുക. അത് അടുത്തൊരു ഫ്ലറിഷിംഗ് ആയി മാറാൻ പോകുന്നത്. ആത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു. അടുത്തൊരു ഫ്ലറിഷിംഗ്. രാമന സിയാൽ കെട്ടിയ റാബൽപെടിയ, സ്തോത്രം. ഹല്ലേലൂയ. 2025 പോയതുപോലെ ആയിരിക്കത്തില്ല. 2026 പല മേഖലകൾക്കകത്ത് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. ചില മേഖലകൾക്കകത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഡൗൺ ആയിപ്പോയ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കേട് സംഭവിച്ചതുപോലെ കിടക്കുന്ന ചില മേഖലകൾക്കകത്ത് ദൈവം അതിന്റെ കേടുകളെ തീർക്കാൻ പോകുക. കേട്ടോ, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് ചിലത് തെളിയിക്കാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് ചില മേഖലയിൽ കേടു തീർക്കും. ഹല്ലേലൂയ. ചില കുറവുകൾ തീർക്കും. ഹല്ലേലൂയ. ചില പണികളെ ദൈവാത്മാവ് ചെയ്യുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ ഇടപെടുന്നു. ചില കെട്ടുപണികൾ, ഹല്ലേലൂയ, കേടുപാട് തീർത്തുള്ള ചില കെട്ടുപണികൾ ഇതിനകത്ത് ദൈവം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ചില വിശ്വസ്തന്മാരെ ഇതിനോടുള്ള ബന്ധത്തെ, നിങ്ങളോടുള്ള ബന്ധത്തെ ദൈവം ആഡ് ചെയ്തു തരുമെന്നും ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോ. ഈ 2026 ഹല്ലേലൂയ ഫെബ്രുവരി മാസം നിങ്ങൾ പ്രാർത്ഥിച്ചു. ചില വിശ്വസ്തന്മാരെ ഇതിനോടുള്ള ബന്ധത്തിൽ സിൻസിയറായി നിൽക്കുന്ന ചിലരെ ദൈവം ആഡ് ചെയ്തു തരുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. അപ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നു, ശുശ്രൂഷകളിൽ നിങ്ങളെ പുറത്തേക്ക് ദൈവം കൊണ്ടുവരും. പല സ്ഥലങ്ങളിൽ ദൈവം അയക്കും. അപ്പോൾ തന്നെ ഈ മിനിസ്ട്രിയെ ഗൈഡ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവരാൻ വിശ്വസ്തന്മാരെ ചിലതിനെ ദൈവം ആഡ് ചെയ്യുമെന്നും ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ഇടപെടുക. കെട്ടിയ അപ്പോൾ തന്നെ കുടുംബത്തിനകത്ത് തലമുറ സംബന്ധമായ ചില വിഷയങ്ങളുടെ മേൽ ദൈവം ചില നീക്കുപോക്കുകളും വിടുതലുകൾ ദൈവം ചെയ്യുമെന്നും ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മക്കളെ പോലെ കണ്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, ചില വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവത്തിലെ ചില പ്രവർത്തികൾ കാണും. എനിക്കറിയത്തില്ല, പരിശുദ്ധമായിട്ട് പറയുന്നു, ഈ കൂട്ടായ്മയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത്, ചില കുടുംബങ്ങൾക്കകത്ത് ചില സന്തോഷത്തിന്റെ അനുഭവം നിങ്ങൾ കൂടെ പോയി അനുഭവിക്കത്തക്ക നിലപാട് ചില സന്തോഷങ്ങളെ ദൈവം ആഡ് ചെയ്യുമെന്നോ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. റമാനാസിയ രഗൽ കെട്ടി റീമനിയ റഗഡിയോ, സ്തോത്രം. റമാനകൾ കെട്ടി റിമനിയ ഷഗൽ കെട്ടി റിമനിയ ബബൽ പെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. റമനഷഡിയ റബൽ പെട്ടിയ നസിയ രഗൽ കെട്ടിയ രഹസ്യ. ഞാൻ ഈ ദൂത് ഇങ്ങനെ കയറി വന്നതുകൊണ്ട് ദൈവാത്മാവിനോട് ഇടപെടുന്ന ഒരു വിഷയം ഞാൻ തൊടാമേ. ഈ ദൂത് ഇങ്ങനെ കയറി വന്നോണ്ടാ, ഞാൻ തൊടാൻ ഇരുന്നതല്ല, പക്ഷെ എന്തോ ഈ ദൂത് ഇങ്ങനെ കയറി വന്നോണ്ടാ. സ്തോത്രം. അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് നാളുകളായി പ്രാർത്ഥനയുടെ മറുപടി ഇല്ലാതെ സാറ കിടക്കുക. പക്ഷെ സാറ അബ്രഹാമിനെ വിട്ടിട്ടെങ്ങും പോയില്ല കേട്ടോ. സ്തോത്രം. വെയിറ്റ് ചെയ്യുക കൂടാരത്തിനകത്ത്. ദൈവിക സന്ദർശന കൂടാരത്തിനകത്തിലേക്ക് സംഭവിച്ചപ്പോൾ പലപ്പോഴും നമുക്കുള്ളൊരു കുഴപ്പമായി പറയാൻ പോകുന്നത് കേട്ടോ. സ്തോത്രം. നമ്മളൊരു കൂട്ടായ്മയായിട്ട് ചേർന്ന് നിൽക്കുക, അവര് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഈ വിടുതലിന്റെ തൊട്ടടുത്ത സമയമാകുമ്പോൾ, നമുക്കറിയത്തില്ല വിടുതലിന്റെ സമയമായെന്ന്. സ്തോത്രം. വിടുതലിന്റെ തൊട്ടടുത്ത സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് തെന്നി മാറിയിട്ട് വേറെ ഒരിടത്തെങ്കിലും പോയി കണക്ട് ചെയ്യും. സ്തോത്രം. പിന്നെ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ വിടുതലിന്റെ തൊട്ടടുത്ത സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. പരിശുദ്ധനോട് പറയുന്ന ഒരു കാര്യം പറയാം. സ്തോത്രം. പെട്ടെന്നൊരു സമയം മമ്രയുടെ തോപ്പിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന അബ്രഹാമിന്റെ കൂടാരത്തെ ദൈവിക സന്ദർശനം വെളിപ്പെടുക. എന്തിനാ ദൈവിക സന്ദർശനം വെളിപ്പെടുന്ന അറിയോ? ഇതിനകത്തിൽ മറുപടി ഇല്ലാതെ അകത്തളത്തിൽ കരയുന്ന ഒരു സാറ കിടപ്പുണ്ട്. ഹല്ലേലൂയ. മറുപടി ഇല്ലാതെ അകത്തളത്തിൽ കിടക്കുന്ന ഒരു സാറ കിടപ്പുണ്ട്. സ്തോത്രം. അബ്രഹാം മുമ്പിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. സ്തോത്രം. അവസാനം ചോദ്യം വരുന്ന അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതൊരു ദൂതാണ്. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറ എവിടെ നിൽക്കുന്നത്? അബ്രഹാമിന്റെ പുറകിൽ മാറി കർട്ടന്റെ പുറകിലാണ് കേട്ടോ. സ്തോത്രം. മുമ്പിൽ അബ്രഹാം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ചോദ്യം, സാറ എവിടെ? സ്തോത്രം. കർത്താവ് ഇന്ന് ഈ പകല് ശക്തമായിട്ട് സിസ്റ്റർ ഒരു ദൂത് കൈമാറുക. നിങ്ങൾ മുൻപിൽ നിന്ന് ഇടിവിൽ നിൽക്കുന്ന ചില വിഷയങ്ങൾക്ക്
പുറകെ കിടക്കുന്ന ചില വ്യക്തികളുണ്ട് കേട്ടോ. സ്തോത്രം. അവരുടെ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകും കേട്ടോ. സ്തോത്രം. എനിക്കറിയത്തില്ല ഇതിനകത്തിൽ അങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ആരെങ്കിലും ഒക്കെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളോട് ഇത് കണക്ട് ചെയ്തൊരു ദൂതായി കയറി വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവർ കർത്താവിന്റെ ദാസി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തിൽ ഇവരുടെ പുറകിൽ നിൽക്കുന്ന ചില വ്യക്തികൾക്ക് ഈ ദിവസങ്ങളിൽ ചില വിടുതലുകളെ ദൈവം ചെയ്യാൻ പോകുന്നു. ചില വിടുതലുകളെ ദൈവം ചെയ്യാൻ പോകുന്നു. ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. സാറ മറുപടിയില്ലാതെ കൂടാരത്തിനകത്ത് കിടക്കിയ ദൈവത്തിന്റെ ആത്മാവിന്റെ അടുത്ത ദൂത, ഹല്ലേലൂയ, നിന്റെ ഭാര്യ സാറ എവിടെ? ഹല്ലേലൂയ. സ്വന്തം മറഞ്ഞു കിടക്കുക. വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോ സാറേ ഇനി അവധിയില്ല, ഇനി അവധിയില്ല, അവധിയെല്ലാം കഴിഞ്ഞു, അവധിയെല്ലാം കഴിഞ്ഞു, ഇനി എക്സ്റ്റൻഷൻ ഇല്ല. വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോൾ നിനക്കൊരു തലമുറയുണ്ടാകും. ഹല്ലേലൂയ. സാറ കുനിഞ്ഞ് ചിരിച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. സാറേ നീ ചിരിക്കുന്നുണ്ടാ? ഹല്ലേലൂയ. സ്തോത്രം. ഈ ആണ്ടിൽ ദൈവമാനോട് ശക്തമായിട്ട് പറയുന്ന ബിനസസേ, ഈ ആണ്ടിൽ ചില വലിയ വിടുതലുകളെ ദൈവം ചെയ്യാൻ പോകുക. കർത്താവ് ഇങ്ങനെ എന്നോട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ഈ ആണ്ടിൽ കഴിഞ്ഞ നാളുകൾ പെൻഡിങ് ആയി കിടക്കുന്ന സകല വിഷയങ്ങൾക്ക് എഴുതി കുറിച്ചു വെച്ചോ. കഴിഞ്ഞ നാളുകളിൽ പെൻഡിങ് ആയി കിടക്കുന്ന സകല വിഷയങ്ങൾക്ക് ഈ ആണ്ടിൽ കൂട്ടായ്മയോടെ വന്നിട്ട് ഒരു വലിയ വിടുതലുണ്ടെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ. 2026 തീരുമാനമേറ്റ വിടുതലുകൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഓ റമന സിഖാമന സ്തുതിയാനകൾ കെട്ടിയ, ഓ റിമന സിയാരകൾ കെട്ടിയ, റിമന സ്തുതിയാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, ഡയറയ്ക്കകത്ത് ചില വിഷയങ്ങൾ ടിക്കിട്ട് വിടുന്ന ഒരു കാഴ്ച ദൈവം അവനെ കാണിക്കുന്നു. ഡയറയ്ക്കകത്ത് ചില വിഷയങ്ങൾ ടിക്കിട്ട് വിടുന്ന ഒരു കാഴ്ച ദൈവം അവനെ കാണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ പറഞ്ഞ ദൂതുകളൊക്കെ ഇതിനകത്ത് ടെസ്റ്റ് മണിയായിട്ട് നിങ്ങൾ കാണിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ റെവനിയോ രഗച്ചുടിയ നഗൽ കെട്ടിയ നഗസിയ റാമൽപയുടെ ഗരാസിയ രഗൽ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളുടെ ക്യാരക്ടറുകൾക്ക് ഇന്നത്തെ രൂപാന്തരം സംഭവിക്കാൻ പോവുക. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കും. വ്യക്തികളുടെ ക്യാരക്ടറുകൾ, സ്വഭാവങ്ങൾക്ക് ഇതിനകത്ത് രൂപാന്തരങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ശക്തമായിട്ട് ഇടപെടുക, ശക്തമായിട്ട് ഇടപെടുക. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോ ഒരു സംഭവം ഞാൻ പറയാം. ഒരു സംഭവം ഞാൻ പറയാം. എന്റെ ഒരു സ്നേഹിതന്റെ പിതാവും മാതാവും, സ്തോത്രം, സ്തോത്രം, കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ സ്തോത്രം അവരുടെ വീട്ടിലൊരു കൂട്ടായ്മ വെച്ചു. ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അപ്പൊ ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചപ്പോൾ 3 ദിവസം സൂക്ഷിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, ഒരു ദിവസം ഞാൻ വരാം, വേറെ 2 ദിവസം വരെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എന്റെ ഒരു സ്നേഹിതനായ ഒരു ദിവസം ഫസ്റ്റ് ഡേ ആ മീറ്റിംഗിലായിട്ട് അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പാസ്റ്ററൊക്കെയാണ്. സ്തോത്രം. വീടിന്റെ വിടുതലിന് വേണ്ടി വെച്ച മീറ്റിംഗ്. അപ്പനങ്ങ് തിരിഞ്ഞു വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി. സ്തോത്രം. അവരെ പോലീസ് സ്റ്റേഷനകത്ത് കയറ്റി, കേസ് കൊടുത്തു, പ്രാർത്ഥന നടത്താൻ സമ്മതിച്ചില്ല. അങ്ങനെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി. സ്തോത്രം. അവസാനം ഉച്ചകത്തെ പ്രാർത്ഥന കഴിഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു. സ്തോത്രം. 2ാമത്തെ ദിവസം ഞാൻ ശുശ്രൂഷിക്കാൻ ചെല്ലുന്നു. സ്തോത്രം. ഇപ്പോഴെ വിഷയത്തിന്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കുന്നു. സ്തോത്രം. ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത്, ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഞാൻ സംസാരിക്കാൻ വേണ്ടി അവരിയ്ക്കുമ്പോൾ ആ അമ്മയും മകളും, സ്തോത്രം, എന്റെ സ്നേഹിതനായ ബ്രദറും വരുന്ന അമ്മ വേദനയോടെ കാര്യങ്ങൾ പറയുമ്പോൾ മകള് US-ലാണ്. ആ മോള് അമ്മയെ വിലക്കുക, അമ്മയെ സംസാരിക്കാതിരിക്കുക. സ്തോത്രം. കാര്യം കൊച്ചിന് ഭയങ്കര നാണക്കേട്. അതേപോലെ അമ്മ സങ്കടങ്ങൾ പറയാ. ഞാൻ പറഞ്ഞു അമ്മ പറയട്ടെ, അമ്മയുടെ വേദനയല്ലേ പറയട്ടെ. സ്തോത്രം. അമ്മ സംസാരിച്ചു. ഇവരോട് ദൈവാത്മ ഒരു ദൂത് പറഞ്ഞു. സ്തോത്രം. ആ ദൂത് അപ്പോ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പം ജഗജില്ലിയായിട്ട് നീക്കുക. സ്തോത്രം. വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം. ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യൻ മടങ്ങി വന്ന് നിങ്ങളുടെ മടിയിൽ കിടന്ന്, സ്തോത്രം, ചെയ്ത തെറ്റുകളെ അനുദപിച്ച്, സ്തോത്രം, എനിക്ക് നീ മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പനെ എത്തി കിടപ്പുണ്ട്. അപ്പം മൊത്തം എവിടൊക്കെ മക്കളെ കുരുക്കാവോ അതെല്ലാം ചെയ്ത് സെറ്റാക്കി മക്കൾ കീറിപ്പോകാതിരിക്കാനുള്ള മുഴുവൻ പരിപാടികളും ചെയ്ത് അവസാനം 3 ദിവസം ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞ്, സ്തോത്രം, മക്കള് സ്തോത്രം അവരെടുത്ത ടിക്കറ്റുകളെ മാറ്റി, സ്തോത്രം, കാര്യം ആ ടിക്കറ്റിൽ അവര് എയർപോർട്ടിൽ ചെന്ന് അവരെ അറസ്റ്റ് ചെയ്യും. ആ ലെവലിൽ അപ്പനാക്കിയിട്ട്, സ്തോത്രം, അതിനു മുമ്പേ സ്തോത്രം അവര് ലോഡ്ജുകളിൽ താമസിച്ച് ഇയർലി കയറി പോകേണ്ടി വന്നു. ഇങ്ങനത്തെ പരിപാടി ചെയ്തു. സ്തോത്രം. എന്നിട്ട് മക്കൾ വർക്ക് ചെയ്യുന്നിടത്തോട്ട് എല്ലാം വക്കീൽ നോട്ടീസ് മറ്റത് മറിച്ചത് എല്ലാം അയച്ച് ഈ ലെവലിൽ നിൽക്കുന്ന സാഹചര്യം തിരിവെന്ന് ആർക്കും ആ ദൂതിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതേ ലെവലിൽ കാര്യങ്ങളെ നിൽക്കുക. സ്തോത്രം. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം. ചില മാസം അന്ന് അവർക്കൊരു വീടില്ല, സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പന്റെ സിറ്റുവേഷൻ ഇതാ. അമ്മ രോഗി. ഇങ്ങനെ മൊത്ത സിറ്റുവേഷൻ തിരിയാതെ കിടക്കുമ്പോഴാണ് ദൈവം പറയുന്നത് ആ മനുഷ്യൻ മടങ്ങി വരുമെന്ന്.
സ്തോത്രം. നിങ്ങൾക്കറിയോ? ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ സ്തോത്രം ചില ആഴ്ചകൾക്ക് മുമ്പേ, ഏകദേശം 1 മാസത്തിന് മുമ്പേ സ്തോത്രം, അവർക്ക് ദൈവം ഒരു ഭവനം കൊടുത്തു. കൊല്ലത്ത് അവർക്ക് ദൈവം ഒരു ഭവനം കൊടുത്തു. ഒരു സാധ്യതയില്ലാത്ത അത്ഭുതം ചെയ്ത് ദൈവം ഒരു ഭവനം കൊടുത്തു. സ്തോത്രം. ഈ അപ്പൻ മടങ്ങി വരാൻ സാധ്യതയില്ലാത്ത അപ്പൻ മടങ്ങി വന്നു. സ്തോത്രം. ഇന്ന് ആ അമ്മയുടെ കൂടാണ് ആ അപ്പൻ താമസിക്കുന്നത്. സ്തോത്രം. അവരിന്ന് സന്തോഷത്തോടു കൂടെ കഴിയുന്നു. നിങ്ങൾക്ക് പിടികിട്ടിയോ? ഹല്ലേലൂയ സ്തോത്രം. ചിന്തിക്കാത്ത ലെവലിൽ ദൈവം പറഞ്ഞ ദൂതിനെ സാഹചര്യങ്ങൾക്ക് അപ്പുറമായി ക്യാരക്ടറുകളെ തിരിച്ച് മുഴുവൻ കേസുകളും പിൻവലിച്ച് ഇന്ന് ആ അപ്പനും അമ്മയും കൂടി ഒരുമിച്ച് സ്തോത്രം, ബുദ്ധി കൊണ്ട് ചിന്തിച്ച നടക്കാത്ത വിഷയം ഒരുമിച്ച് ഇന്ന് കൊല്ലത്ത് അവർക്ക് സ്വന്തമായിട്ട് ദൈവം മേടിച്ച ഭവനത്തിനകത്ത് അവർ ഇന്ന് താമസിക്കുന്നു. എന്താണ് പിടികിട്ടിയോ? ഹല്ലേലൂയ. ദൈവം ഒരു ദൂത് പറഞ്ഞാൽ മാറാത്ത ക്യാരക്ടറുകളെ ദൈവം മാറ്റിയിരിക്കും. മാറാത്ത ക്യാരക്ടറുകളെ ദൈവം മാറ്റിയിരിക്കും. സ്തോത്രം. ഈ പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധം പറയുന്ന മാറയെ മധുരമാക്കുന്ന ദൈവം, നിന്റെ ലൈഫിനകത്ത് മാറയെ അനുഭവിക്കത്തക്ക നിലപാട് ശത്രു കൊണ്ടിട്ട ചില കയ്പിന്റെ അനുഭവങ്ങൾക്കകത്ത് ഈ പകൽ ദൈവാത്മ പറയുന്നു, ചില മധുരിക്കുന്ന അനുഭവങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ചില ദൈവപ്രവർത്തികൾ അദ്ദേഹത്തെ ആരാണ്. ഓ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയാൻ വന്നതല്ല. പക്ഷെ എന്നോട് കർത്താവ് പറയുന്നു, ചില വ്യക്തികൾ, ചില കുടുംബങ്ങള് നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല മാറയുടെ അനുഭവങ്ങൾ പോലെ, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല വിഷയങ്ങൾക്കകത്ത് അതിനെ മധുരമാക്കാൻ തക്കണം. ചിലത് ദൈവം അതിനകത്തിലേക്ക് വെടിയാൻ പോവുക. അത് മധുരമായി മാറാൻ പോകുക. അത് മധുരമായി മാറാൻ പോകുക. അത് മധുരമായി മാറാൻ പോകുക. അത് നിനക്ക് ഉപകാരമായി മാറാൻ പോകുക. അത് നിനക്ക് അനുകൂലമായി മാറാൻ പോകുക. യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ സ്തോത്രം. ഞാനിന്ന് പകൽക്കാലം പറയാം പ്രിയ മക്കളെ. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ വരുമ്പോ ഹല്ലേലൂയ സ്തോത്രം, നമ്മള് ഹല്ലേലൂയ സ്തോത്രം പറയേണ്ടവരോടും പറയേണ്ടാത്തവരോടും എല്ലാം കയറി അങ്ങ് പറയും. ഈ പറയേണ്ടവരോടും പറയേണ്ടാത്തവരോടും എല്ലാം കയറി പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോ ഒന്നായി മാറും. ദൈവം നിങ്ങളെ ഒന്നാക്കുകയും ചെയ്യും. ആ വിഷയത്തിൽ പരിഹാരം ദൈവം ചെയ്യും. ഈ ലവന്റെ വായിൽ ഇത് കിടക്കും. മനസ്സിലായോ? വെല്ലോന്റെ നിങ്ങൾ ദൈവത്തോട് പറയുക, വിഷയങ്ങൾ ദൈവത്തോട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ അത്രയും വിശ്വസ്തരായവരോട് മാത്രം ഷെയർ ചെയ്യാം. നാട്ടുകാരോടും വീട്ടുകാരോടും ഷെയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. ആ സഹോദരൻ അനുഭവിച്ചു പോയ വ്യഥ എന്തോന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് അവരൊരു സ്വസ്ഥത അനുഭവിക്കും. ഇന്ന് അവരൊരു സ്വസ്ഥത അനുഭവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. നിനക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്തവണ് നിന്റെ സ്വസ്ഥത, ഞാൻ പ്രാരംഭത്തിൽ ദൈവം പറഞ്ഞ ദൂതിനെ പിന്നെ കണക്ട് ചെയ്യുന്നു. ശത്രു ആഡ് ചെയ്ത് വെച്ച ചിലതിനെ, ചില വ്യക്തികളുടെ ക്യാരക്ടറിനകത്തില് സിയാരകൾ നീ സ്വസ്ഥത അനുഭവിക്കേണ്ട മേഖലയിൽ സ്വസ്ഥതകൾ അനുഭവിക്കാതെ ചിലതിന്റെ ഹൃദയത്തിനകത്ത് ചില കൈ പാടി ചെയ്ത് വെച്ചത്, ചില പാടെ ആഡ് ചെയ്ത് വെച്ചത്, ചില വ്യക്തിവൈരാഗ്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചത് ഇന്ന് പകൽക്കാലം ആ തോന്നലും പറയാൻ പോയി. കർത്താവ് ഇങ്ങനെ പറയുന്നു, ചില പേടിക്കുന്നകളെ, നിന്ദകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങൾക്കകത്ത് പോവുക. ഭയങ്കരമായിട്ട് പരിശുദ്ധമായി തൊട്ടിടപെടുന്നു. ഹല്ലേലൂയ. നീ പേടിക്കുന്ന ചില നിന്ന, നീ പേടിക്കുന്ന ചില നിന്നയെ ദൈവാത്മാവ് റിമൂവ് ചെയ്യാൻ പോകുക, എടുത്തു മാറ്റാൻ പോകും. കേട്ടോ, എടുത്തു മാറ്റാൻ പോകും. വിശ്വസിച്ചോ? നിങ്ങൾ വിശ്വസിച്ചോണ്ട് എന്റെ കൂടെ ആമേൻ പറഞ്ഞു നിങ്ങൾ ദൂതനെ പ്രഖ്യാപിക്കണം, ഡിക്ലറേഷൻ നടത്തണം. അല്ലെ, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ, ഭാവിക്കെതിരെ, വീടിനകത്തിന് അല്ലെങ്കിൽ ചിലതിന്റെ ഉള്ളിൽ പകയെ ആഡ് ചെയ്ത്, കയ്പിനെ ആഡ് ചെയ്ത്, സ്വത്ര പലതും പിശാച് ആഡ് ചെയ്ത് കൊടുത്ത് നിനക്ക് വിരോധമായി തിരിപ്പിച്ചു വിട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ഈ പകൽക്കാലം ആത്മാവ് പറയുന്നു, അതിനെയോ റിമൂവ് ചെയ്ത് കളയാൻ പോകുക. റിമൂവ് ചെയ്ത് കളയാൻ പോകുക. റിമൂവ് ചെയ്ത് കളയാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഞാൻ കഴിഞ്ഞ പകൽക്കാലവും ഡീൽ ചെയ്തൊരു വിഷയം ഞാൻ നിങ്ങളോട് പറയാം. ഈ ആഡ് ചെയ്തു എന്നുള്ള ഒരു വിഷയം ഞാൻ രാത്രി ദൈവം ഇടപെട്ട വിഷയം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം സ്തോത്രം ഞങ്ങളുടെ ചർച്ചയിൽ തന്നെ ഉള്ള ഒരു കൊച്ച് ഞാനോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് മാത്രം ഞാൻ പറയാം, ഒരു കാര്യം മാത്രം പറയാം. നല്ല നിലവാരത്തിൽ അപ്പനും അമ്മയും കൂടെ പോയിക്കൊണ്ടിരുന്ന കുടുംബജീവിതത്തിനകത്തില് പെട്ടെന്ന് ആ പിതാവിന്റെ ഉള്ളിലേക്ക് ശത്രു ചിലത് ആഡ് ചെയ്തു. ചില സ്തോത്ര സംശയങ്ങൾ, ചില പക, ചില കയ്പുകൾ ആഡ് ചെയ്ത് വിട്ടു. ആഡ് ചെയ്ത് വിട്ടതിന്റെ അനന്തര ഫലമായി
ആ കുഞ്ഞുങ്ങളും ആ കുടുംബവും ആ തിക്താനുഭവത്തിൽ കൂടെ കയറേണ്ടി വന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം, നിന്റെ വീടിനെ നശിപ്പിക്കാൻ തക്കോണം, നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ തക്കോണം, നിന്റെ തലമുറയെ നശിപ്പിക്കാൻ തക്കോണം, നിന്റെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കാൻ തക്കോണം, നിന്റെ തലമുറയുടെ ഭാവിയെ നശിപ്പിക്കാൻ തക്കോണം ശത്രു ആഡ് ചെയ്തു വെച്ച പലതിനെയും ഈ പകൽക്കാലം ആത്മാവ് നിങ്ങൾ പരിശുദ്ധമായ കരങ്ങളിൽ കേൾപ്പിച്ചിട്ടുള്ള തമ്പുരാനെ ഇന്ന് പകൽക്കാലം നീ അതിനെ ഒന്ന് റിമൂവ് ചെയ്യണം. നിന്റെ സമാധാനത്തെ ആഡ് ചെയ്യണം, നിന്റെ സ്വസ്ഥതയെ ആഡ് ചെയ്യണം, അല്ലെ നിന്റെ ശക്തിയെ ആഡ് ചെയ്യണം. ഇന്ന് പകൽക്കാലം അല്ലെ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഒരു തീയായി, ഒരു ആത്മജാലയായി ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. അങ്ങനെ വെളിപ്പെട്ട് കഴിയുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന മുള്ളും പറക്കാരെ യേശുവിന്റെ നാമത്തിൽ അത് കാപ്പിച്ചു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കുടുംബങ്ങൾക്ക് ചില കടഭാരങ്ങളെ ദൈവം റിമൂവ് ചെയ്യുന്നു, ചില കടക്കണികളെ ദൈവം റിമൂവ് ചെയ്ത് കളയുന്നു, ചില സാമ്പത്തികമായിട്ടുള്ള ചില പ്രതിസന്ധികളെ ദൈവം റിമൂവ് ചെയ്ത് കളയുന്നു. റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചു കളഞ്ഞവന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങൾക്ക് വേണ്ടി നിനക്ക് വിരോധമായി എഴുതി വെച്ചിരിക്കുന്ന ചില മുദ്രകളെ പൊട്ടിക്കാൻ പോകുക, ചില മുദ്രകളെ പൊട്ടിക്കാൻ പോകുക. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ചില മുദ്രകൾ ചിലർക്ക് വിരോധമായി എഴുതി വെച്ച മുദ്രകളെ പൊട്ടിക്കാൻ പോകുക, മുദ്രകളെ പൊട്ടിക്കാൻ പോകുക, മുദ്രകളെ പൊട്ടിക്കാൻ പോകുക. ഓ സ്വന്തം മുദ്രകൾ മുദ്രകൾ ചിലർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ദൂതനിറങ്ങി ചില കല്ലുകളെ റിമൂവ് ചെയ്യാൻ പോകുക, വീട്ടിൽ മാറ്റാൻ പോകുക, ഉരുട്ടിമാക്കാൻ പോയി, ഉരുട്ടിമാക്കാൻ പെട്ടെന്ന് ചില വിടുതലുകൾ ചിലർക്ക് വേണ്ടി ആടാൻ പോയി. യെസ്, ഞങ്ങൾക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് പള്ളവത്തിലേക്ക് ചെന്നതുപോലെ ഇന്ന് പകൽക്കാലം അല്ലേ ദൈവാമോട് ശക്തമായിട്ട് പറയുന്നു, ഇതിനകത്ത് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റും, ആ കല്ലുരുട്ടി മാറ്റുമെന്ന് ഭാരത്തോടെ ഇതിനകത്ത് കടന്നു വന്ന ചില വ്യക്തികളോട് ആ പവർ നിനക്ക് വേണ്ടി ദൂതൻ ചില കല്ലുകളെ ഉരുട്ടി മാറ്റിക്കളയാൻ പോകുക, ചിലതിനെ റിമൂവ് ചെയ്ത് കളയാൻ പോകുക. Sodram, Sodram, Shikomana, Roki Balasia, Rama Lakri, Manashudia Nagasia. Sodram, Sodram, Haleli, Abirami, Sodram, Sosito, Tela Kalligal, baby in the Magal, Uriti Mato, Ramana, Shudia, Ragal Katia, Ramanasiru, Ark Muriti Matan, Kaya, Nilkuna, Kalligale, in the Magal Kalamata, Uriti Mato, Dudan Mar in the Magal Kalamiraguno, Dudan Mar in the Magal Kalamiraguno, yes, Subin and Namak. So Rabal Pildigara, Suda Rabal Pildigara, Rebel Chudia, Legacia, Regal Katia, Rebel Chuda, Rebel Kate, Katava, Muktigan Duritimata, Patava, Kalligare, in the Valakan, Mata, Uritimatu, Muktigan Duritimata, Kadakana, Kalligare, after in the Valakan, Uritimatu, yes, Subin Amatil, yes, Subin Amatil, Chama, Kudamala, any picture, hallelujah, yes, Subin Amatil, Kudamala, Power Kamil, something, very well in the Valakan, I'm still it. ആത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുടെ പ്രാർത്ഥിച്ചു, ആത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥിച്ചു. റീമന ക്ഷുടിയ ചില ക്ഷാമത്തിന്റെ കല്ലുകളെ ദൈവാത്മാവ് റിമൂവ് ചെയ്യുക, ദൈവാത്മാവ് റിമൂവ് ചെയ്യുക, ദൈവാത്മാവ് റിമൂവ് ചെയ്യുക. റീബൽപ്പെട്ട് നീ കാണേണ്ട ചില വിടുതലുകളെ നിന്നെ കൊണ്ട് കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ ചില തടസ്സത്തിന്റെ കല്ലുകൾ ഉരുട്ടി വെച്ചിരിക്കുമ്പോ ഈ പകൽക്കാലം ദൈവാത്മ പറയുന്നു, നിന്നെ കാണിക്കേണ്ട വിടുതലുകളെ നിന്നെ ദൈവം കാണിക്കാൻ പോകുക. ഈ 2ാം മാസത്തില് നീ ചില വിടുതലുകളെ ക്രോസ് ചെയ്ത് പോകത്തില്ല, നീ വിടുതലുകൾക്കകത്ത് നീക്കാൻ പോവുക. ഓ റിഖമന ഷുഡിയ പ്രമോ നമസ്യാരകൾ കെട്ടിയ Sikamana, Bivana, Pere, Negashudia, Negal Ketia, Lacravenesia, Regashudia, Regal Ketia, Roval Pedigree, Sibir, Bidigano, Rebeshudia, Sotram, Sotram, Sotram. Oh, Ribana, Shidia, Regal Ketia, Negasia, Sotram, Robal Podigar of Shudia, Robal Putia, Sotram, Hallelujah. They are moving in Udubarino. In the professional college. പഠിക്കുന്ന ചില തലമുറകളുമായി ബന്ധപ്പെട്ട് ചില വിടുതലുകളെ ദൈവം ചെയ്യാൻ പോകുക, ചില വിടുതലുകളെ ദൈവം ചെയ്യാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ചില പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന ചില തലമുറകളുമായി ബന്ധപ്പെട്ട്
ചില വിടുതലുകളെ ദൈവം ചെയ്യാൻ പോകുന്നെന്ന് ആത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുക. ആത്മാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആത്മാവ് ഏതൊക്കെയോ മേഖലകളിൽ അവരുടെ ഭാവി സംബന്ധമായ ചില വിഷയങ്ങൾക്കകത്തിൽ ചില കല്ലുകളെ ദൈവം ഉരുട്ടി മാറ്റുന്നതായിട്ട് ആത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു. റാഖാമനസിയ ലാക്ടോമിനി ഖനാഷ ഖമാനസി ഖേരെ കൊദിയ ലാക്ടോമി യേശുവിന്റെ നാമത്തിൽ സാരാഫത്തിലെ വിധവയുടെ വീടിനകത്ത് ചില കരുതലുകൾ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ചിലരോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അല്ലേ, നിന്റെ വീടിനകത്ത് ചില ദൈവം ആഡ് ചെയ്തു തരാൻ പോകുക, ആഡ് ചെയ്തു തരാൻ പോകുക, ആഡ് ചെയ്തു തരാൻ പോകുക. നിന്റെ വീടിനകത്ത് നഷ്ടപ്പെടുത്തുവാൻ തക്കോള ശത്രു കയറി നിൽക്കുന്ന ചില മേഖലകളിൽ ആ ശത്രുവിന്റെ കരത്തെ നീക്കി ദൈവം ചിലത് ആഡ് ചെയ്യാൻ പോകുക, ദൈവം ചിലത് ആഡ് ചെയ്യാൻ പോകുക. ഇന്ന് പകൽക്കാലം ശുശ്രൂഷക്കകത്ത് ദൈവാത്മാവ് ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില ആഡ് ചെയ്യാൻ പോകുന്നത് ആത്മാവ് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചോ? ചിലരെ ആഡ് ചെയ്യാൻ പോകുക. സ്തോത്രം, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചോ? ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോയ. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ചില അത്ഭുതങ്ങൾ ചിലർക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പറ്റും. ശത്രുവിന്റെ ചില കല്ലുകൾ ദൈവം റിമൂവ് ചെയ്യാൻ പോകുക, ദൈവം ചിലർ ആഡ് ചെയ്യാൻ പോകുക. സ്തോത്രം. ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പേ ഒരാഴ്ചത്തേക്ക് നാട്ടിലേക്ക് വന്ന ഒരു മീറ്റിംഗ് ഞാൻ ശുശ്രൂഷിച്ചപ്പോ അവിടെ സ്തോത്രാന്റി ജപ്തി നോട്ടീസ് കൈമേടിച്ച് മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ അതിനകത്ത് നിൽക്കുക. സ്തോത്രം. വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാമ ശക്തമായിട്ട് പറഞ്ഞു, ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ജപ്തിയെ ദൈവം അഡ്രസ് ചെയ്തു. ഇവര് സ്തോത്രം വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും 95,000 രൂപയാണ് അടക്കേണ്ടത്. അവർ 95,000 രൂപ പോയിട്ട് 95 രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയിൽ അവർ വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് 95,000 രൂപ എടുത്ത് കൊടുത്തു പറയാം, നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾ അടച്ച് ജപ്തി ഒഴിവാക്ക്, നിങ്ങൾ ഉള്ളപ്പം പൈസ തന്നാൽ മതിയെന്ന്. സ്തോത്രം. അല്ലേ, ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടുക. ഇന്ന് പകൽക്കാലം കർത്താവ് ശക്തമായിട്ട് ചിലർ ഇടപെടുന്നു. നിനക്ക് വേണ്ടി ദൈവം ചിലത് ആഡ് ചെയ്തു തരാം. നീ പോലും ചിന്തിക്കാത്ത മേഖല നിങ്ങൾക്ക് പിടികിട്ടുന്നോ? ഇന്ന് പകൽക്കാലം ബുദ്ധിക്കെത്താത്ത ചില മേഖല ദൈവം ചിലത് ചെയ്യാൻ പോകുക നിങ്ങൾക്ക് വേണ്ടി. എന്നോട് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രഭാതത്തിൽ ദൈവാത്മ ശക്തമായിട്ട് പറഞ്ഞ ഒരു ദൂതാണ്, ചിലത് ആഡ് ചെയ്തു തരാൻ പോകുന്നു. ചിലതിനെ ദൈവം ചില മേഖലകളെ ദൈവം റിമൂവ് ചെയ്ത് കളയും. ഹല്ലേലൂയ, സ്തോത്രം. ചില റിമൂവ് ഇന്ന് ഈ 2ാം മാസത്തിന്റെ ഈ തുടക്കത്തില് നിങ്ങൾ ഈ ദൂതനെ വിശ്വസിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിനകത്ത് അങ്ങനെ നിങ്ങൾ കാണാൻ പോവുക, അങ്ങനെ നിങ്ങൾ കാണാൻ പോവുക. സ്തോത്രം. കഴിഞ്ഞ നിമിഷം വരെ നിന്റെ ലൈഫിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന ചില കല്ലുകളെ ദൈവം ഉരുട്ടി മാറ്റി റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ദൈവം ചില നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്ത് തരുന്നത് നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം. ഭയങ്കരമായിട്ട് ആഡ് ചെയ്തു തരുന്നത് നിങ്ങൾ കാണാൻ പോകുക. ഈ 2ാം മാസം മുതൽ ഭയങ്കര ഫ്ലറിഷിങ്ങുകൾ നിങ്ങൾ കാണാൻ പോകുക, ഭയങ്കര ഫ്ലറിഷിങ്ങുകൾ നിങ്ങൾ കാണാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുക. സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലം ഒരു പദത്തെ ഇങ്ങനെ തൊടാൻ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. തുള്ളനെയും വെട്ടിക്കിളിയും പച്ചപ്പുഴും ദൈവം ശാസിക്കാൻ പോകുക. ദൈവം ചിലതിനെ ശാസിക്കാൻ പോകുക. ദൈവം ചിലതിനെ ശാസിക്കാൻ പോകുക. ദൈവം ചിലതിനെ ശാസിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിന് ശാസിക്കുമ്പോൾ അത് നീങ്ങിപ്പോകും. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം തന്റെ ജനത്തിന് വേണ്ടി ചിലത് ചെയ്തു തരാൻ പോവുക. ദൈവം തന്നെ ജനത്തിന് വേണ്ടി ചിലത് ചെയ്തു തരാൻ പോകുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ നെഞ്ചത്തോട്ട് കൈവച്ച് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു, കർത്താവേ, ഈ ഫെബ്രുവരി മാസം എനിക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്തു തരാൻ പോകുക. ഞാനത് വിശ്വസിക്കുക. എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചിലത് ചെയ്തു തരാൻ പോകുക. ഞാനത് വിശ്വസിക്കുക. എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്തു തരാൻ പോകുക. എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം ചെയ്തു തരാൻ പോകുക. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്തു തരാൻ പോവുക. ദൈവം ചിലത് ചെയ്തു തരാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ ചെയ്യാൻ പോവുക? പ്രതീക്ഷിക്കാത്തടത്ത് പെട്ടെന്ന് ദൈവം ചിലത് ചെയ്യാൻ പോകുക. പ്രതീക്ഷിക്കാത്തടത്ത് പെട്ടെന്ന് 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 ഇന്ന് പകൽക്കാലം ഈ പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചു. പെട്ടെന്ന് പെട്ടെന്നുള്ള പദത്തെ നിങ്ങൾ വിശ്വസിച്ചോ? പെട്ടെന്ന് ചിലത് സംഭവിക്കാൻ പോകുക. പെട്ടെന്ന് ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുക. ഒന്നുകൂടെ ഞാൻ പറയാം, പെട്ടെന്ന് ചില വിടുതലുകൾ തുറന്നു വരാൻ പോവുക. പെട്ടെന്ന് ചില വിടുതലുകൾ തുറന്നു വരാൻ പോവുക. സ്തോത്രം.
പെട്ടെന്ന് നിങ്ങളുടെ ഭാവിയുടെ മേൽ ചില വിടുതലുകൾ തുറന്നു വരാൻ പോയി കേട്ടോ, തുറന്നു വരാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. അഭിരാമി സ്തോത്ര സിസ്റ്ററോട് ദൈവാത്മ ശക്തമായിട്ട് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളുടെ ഭാവിയുടെ മേൽ ചില വിടുതലുകൾ തുറന്നു വരാൻ പോകുക, തുറന്നു വരാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം. ഹല്ലേലൂയ. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കൈവശമുള്ള ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഒരു ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ തുറന്നാൽ ആരതിനെ അടയ്ക്കും, അവൻ അടച്ചാൽ ആരതിനെ തുറക്കും. ഇന്ന് പകൽക്കാലം ചിലത് തുറന്നു വരുന്നത് ശക്തമായിട്ട് ഇടുന്നു. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു. ചിലത് തുറന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലത് തുറന്നു വരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ റമന ഷുഡിയ റമൽ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഇതിനകത്തുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, യേശുവിന്റെ നാമത്തിൽ ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഈ ഫെബ്രുവരി മാസത്തിൽ ചിലത് കർത്താവ് തുറക്കാൻ പോകുന്നതിനായ സ്തോത്രം, തുറന്നു കൊടുക്കുന്നതിനായ സ്തോത്രം, ചിലത് ആഡ് ചെയ്തു കൊടുക്കുന്നതിനായ സ്തോത്രം. കർത്താവേ, അത് ദൈവപ്രവൃത്തികളാക്കി ദൈവം മാറ്റാൻ പോകുന്നതിനായ സ്തോത്രം. ഈ മിനിസ്ട്രി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞാൻ പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്യുന്നു. ഈ പകൽക്കാലം, ഈ 2-ാം മാസം ഇവർ പുതിയ ചിലത് കാണാൻ പോകുന്നതിനായ സ്തോത്രം, വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നതിനായ സ്തോത്രം. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ചെയ്തതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് പിന്നെ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.